ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീ ഗുരുവായൂരപ്പ ശരണം. ജാനകീ ജീവനസ്മരണം ആഞ്ജനേയ സ്വാമിക്ക് ജയ് ജയ് ശ്രീ രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പൻ്റെ നമ്മുടെ മുല്ലോർലിത്തേവരുടെ അപാരമായിട്ടുള്ള ആ കരുണാകടാക്ഷം കൊണ്ട് നമ്മളിന്ന് 21-ാം ദിവസത്തിലേക്കാണ് എത്തി നിൽക്കുന്നത്. അല്ല, 21 എന്ന് ആ 21-ാമത്തെ ദിവസത്തിലേക്കാണ് നമ്മുടെ പാരായണം എത്തി നിൽക്കുന്നത്. നമ്മൾ ഇതുവരെ സുന്ദരകാന്ഡം പാരായണം ചെയ്ത് സമർപ്പിച്ചു. അതിന് ശേഷമുള്ള ഭാഗങ്ങൾ ഇനി യുദ്ധകാന്ഡാണെന്ന് തുടങ്ങുന്നത്. എല്ലാം വേണ്ടതുപോലെ പാരായണം ചെയ്ത് സമർപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം നമുക്ക് നാമജപത്തോടു കൂടിയിട്ട് ആരംഭിക്കാം. എല്ലാവരുടെ മനസ്സും ഏകാഗ്രമായി വേണ്ടതുപോലെ അത് ഭഗവാന് നമുക്ക് സമർപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഓരോരുത്തരുടെയും ഉള്ളിൽ ആ രാമായണം ആ പരിവർത്തനം വരുത്തട്ടെ. നമ്മുടെ ഉള്ളിലുള്ള കൽകൽമഷങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാരായണം ചെയ്യാം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരയേ നമ. മുല്ലോർലിത്തേവരേ ശരണം. സർവേശ്വര മംഗലത്തപ്പ ശരണം. തലയാക്കുളത്തമ്മേ ശരണം. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ജാനകീ ജീവനസ്മരണം ഹര നമ പാർവതീപതയേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഗജാനനം ഭൂതഗണാതിസേവിതം കബിദ്ധജംഭൂഫലസാരഭക്ഷിണം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖം വന്ദേ വാൽമീകിഗോഹിതം. സാനന്ദരൂപം സകലപ്രബോധം ആനന്ദദാനാമൃതപാരിജാതം മനുഷ്യപൽപേശ്വരവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമര്യപാദം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതം വരിഷ്ഠം
വാദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ജാനകീ ജീവനസ്മരണം. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. നാരായണ നാരായണ നാരായണ. ഇനി യുദ്ധകാണ്ഡാണ് പാരായണം ചെയ്യുന്നത്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. നാരായണ ഹരേ 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 നാരായണ ഹരേ. രാമ രമ രമണാഥലോകീപദേ രാമ സീതാഭിരാമ ത്രിദശപ്രഭോ. രാമലോകാഭിരാമ പ്രണവാത്മക രാമ നാരായണാത്മാ രാമ ഭൂപദേ. രാമകഥാമതാപാനപൂർണാനന്ദ സാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലേ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണായുദ്ധം മനോഹരം. ഇഥമാകർണ്യ കിളീമകൾ ചൊല്ലിനാൽ ചിത്തം തെളിഞ്ഞു കേട്ടിടുവനെങ്കിലോ. ചന്ദ്രചൂടൻ പരാമീശ്വരനീശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പുണ്ടരുളിനൻ ചന്ദ്രാനനെ ജവീതന്നു മുതാ രാമചന്ദ്രാചരീതം ചരിത്രം പവിത്രം ശൃണുപ്രിയേ. രാമചന്ദ്രൻ ഭുവനൈകനായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാലരുൾ ചെയ്തിതാതരാൽ. ദേവകളാലും അസാധ്യമായുള്ളൊന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗചിത്തെ നിരൂപിക്ക പോലും അശക്യമാം. അബ്ദീശതായോജനായതമശ്രമം ലംഘിച്ചു രാക്ഷസാവീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനുമെങ്ങും ഒരു നാളുമില്ലെന്നു നിർണയം. എന്നെയും ഭാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങിനെയായതെല്ലാം ഇനിയുമുടാനെങ്ങനെ വാരിതിയെ കടന്നിടുന്നു. നക്ര മകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി രാവണനെ പടയോടൊടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തീരുമാറാശു ചൊല്ലിയിടിനൻ ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകൂലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യാവിനാശിനി.
ആരാലും ഓർത്താൽ ജയിച്ചു കൂടാതൊരു ശൂരരിക്കാണായ വാനരാ സഞ്ചയം. വഗ്നിയിൽ ചാടണമെന്നു ചൊല്ലിയിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ. വാരാനിധിയെ കടപ്പാനുപായം പാർക്കാ നേരാമിനിക്കളയാതെ രഘുപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാര് തീർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണേ. അത്രേണ ശോഷണം ജൈകാജലാനിധിയെ സത്വരം സേതു ബന്ധിക്കലും മാം ദൃഢം. വല്ലാ കണക്കിലുമുണ്ടം ജയന്തവ നല്ല നിമിത്തങ്ങൾ കൺകാരകൂപതേ. ഭക്തി ശക്തിയന്യതാ മിത്രപുത്രോക്തികളിത്തമാകർണ്യ. കാകുൽസ്ഥലും തൽക്ഷണേ മുന്നിലം മാറൂ തൊഴുതു നിൽക്കും വായു സംഭവാനോടു ചോദിച്ചരുളീടിനൻ. ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കേട്ടാ കോട്ടാ മതിൽ കിടങ്ങ് എന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം. വചസാഭവന്നതു കേട്ടു തൊഴുതുവാതാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളിനൻ. മധ്യേ സമുദ്രം ത്രികൂടാജലം ഉന്നതമതിന്മൂർധിനി ലങ്കാപുരം. പ്രാണാഭയമില്ല യാഥാ ജനങ്ങൾക്കു കാണാൻ കനകാവിമാനാസമാനമായി വിസ്താരമുണ്ട് 700 യോജന. പുത്തൻ കനകാമതിലതിഞ്ചുറ്റുമേ ഗോപുരം 4 ദിക്കിങ്കലുണ്ടതീശോഭനമായിതേഴു നിലകളും. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങുമ്പ മതിലുകാളേഴുണ്ടൊരു പോലെ. 7നും 4 ഗോപുരാപംക്തിയും ചൂഴുമായി 28 ഗോപുരം. എല്ലാറ്റിനും കിടങ്ങുണ്ടത്യഗാധമായി ചൊല്ലുവൻ വേലായന്ത്രപാലപംക്തിയും. മണ്ടർകോണ്ടിക്കിൽ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ 10,000. ദക്ഷിണാഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടു 100,000. സദാശക്തരായി പശ്ചിമാഗോപുരം കാക്കുന്ന നക്തഞ്ചരരുണ്ടു 10,100,000. ഉത്തമാഗോപുരം കാത്തു നിൽപ്പാനതി ശക്തരായുണ്ടൊരു 1 കോടി നിശാചരർ. ദിക്കുകൾ 4ലുമുള്ളതിൽ അർദ്ധമുണ്ട ഉഗ്രതയോടു നടുവു കടത് കാത്തിടുവാൻ. അന്തഃപുരം കാപ്പതിനുണ്ടു എത്ര പേർ. മന്ത്രശാലയ്ക്കുണ്ടതിലിരട്ടി ജനം. ഘാടക നിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനാശാലയും. മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലാശാലയും. ലങ്കാവിരാജിതാലങ്കാരഭേദമാതങ്കപാകമ്പറായാവതല്ലനന്ദനും. തൽപുരം തന്നിൽ നീളത്തിരഞ്ഞേനഹം മത്പിതാവിൻ നിയോഗേന ചെന്നേൻ ബലാത്. പുഷ്പിതോദ്യാനദേശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുകൂപ്പിനൻ. അങ്കുലീയം കൊടുത്താശു ചൂടാരത്നമിങ്ങു വാങ്ങിക്കൊണ്ടടയാള വാക്കവും കേട്ടു വിടാവഴങ്ങിച്ചു പുറപ്പെട്ടു. കാട്ടിയോൻ പിന്നെ കുറഞ്ഞൊരവിവേകം. ആരാമമെല്ലാം തകർത്തു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനൻ. രക്ഷോവരാത്മജനാകിയ ബാലക അക്ഷകുമാരനവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ. മന്നവാലങ്കാപുരത്തിങ്കലുള്ളതായി 4-1 സൈന്യമുടക്കി ഒടുക്കി വേഗേന പോയി. കാലേദശമുഖനെ കണ്ടു ചൊല്ലിയൻ നല്ലതെല്ലാം. പിന്നെ രാവണൻ കോപേന ചൊല്ലിനൻ തന്നെ വൃത്തിരോടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്ന നേരം. കൊല്ലുവാൻ വന്നവരോട് വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോട് മാതരാൽ കൊല്ലുമാറില്ല ദൂതന്മാരെയാരുമേ. ചൊല്ലുള്ള രാജധർമ്മമറിഞ്ഞവർ കൊല്ലാതയയ്ക്ക് അടയാളപ്പെടുത്തു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ ചൊല്ലിനൻ വാലധിക്ക് അഗ്നി കൊളുത്തുവൻ. സസ്നേഹവാസസാപുച്ഛം പൊതിഞ്ഞവരഗ്നി കൊളുത്തിയാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേൻ 700 യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം. മന്നവാലങ്കയിലുള്ള പടയിൽ നിന്ന് 4 മുടുക്കിയൻ ത്വൽപ്രസാദത്തിനാൽ. ഒന്നുകൊണ്ടു മിനിക്കാല വിളംബനം നന്നല്ല പോകാ പുറപ്പെടുക ശുനാം. യുദ്ധസന്നദ്ധരായി ബദ്ധരോഷം
മഹത് പ്രസ്ഥാനമാശു ഗുരു ഗുരു വിക്രമം സംഖ്യയില്ലാതോളമുള്ള മഹാകവി സംഖ്യേന ലങ്കാപുരിക്കു ശങ്കാവഹം ലംഘനം ചെയ്തു നക്തഞ്ചര നായക കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജ നേത്രനെ വെക്കണ്ട. അതെ, അതിലെന്തോ നന്നല്ല. ഹരേ കൃഷ്ണ. കിങ്കരന്മാരെ ക്ഷണേന പിതൃപതി കിങ്കരന്മാർക്കു കൊടുത്തു ദശാനന ഹുങ്കൃതിയും തീർത്തു സങ്കരാന്തേ ബലാൽ പങ്കജാനേത്രയെയും കൊണ്ടുപോരാം വിഭോ പങ്കജാനേത്ര പരപുരുഷ വിഭോ. അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടതാ സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം മഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചാവിലോചനാകിയ രാഘവൻ. ഇപ്പോൾ വിജയ മുഹൂർത്തകാലം പടയ്ക്കുന്മന്നമോദം പുറപ്പെടുകെ വരും നക്ഷത്രമുത്രാമതും വിജയപ്രദം രക്ഷാ ജനർഷമം മൂലം ഹൃദീപദം ദക്ഷിണാനേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്ക് ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചു കൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ. മുൻപും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചു കൊള്ളുവാൻ വൻപരം വാനരന്മാരെ നിയോഗിക്കാരംഭ പ്രമാദി പ്രമുഖരായുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മദ്ബിംബേതു മിത്രാത്മജനങ്കതോപരി സുഗ്രീവനെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും. നീലൻ ഗജൻ ഗവേയൻ ഗവാക്ഷൻ ബലി ജൂലി സമാനനം മൈന്ദൻ വിവേദനം പങ്കജാസംഭവാസൂനു സുഷേണനും തുങ്കന്നളീനനും ശതബലിധാരനും ചൊല്ലുള്ള വാനരാനായകന്മാരോട് ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടെ പുറപ്പെടുകേതുമേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കടോ. ഇഥാമരുൾ ചെയ്തു മർക്കടാ സൈനിക മധ്യേ സഹോദരനും രഘുപതി നക്ഷത്രമണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രനാഥനും ഭാസ്കരാദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാൻ. അസൂ വിളിച്ചു കളിച്ചു മുളച്ചു ലോകാത്തി തീർത്തിടുവാൻ മർക്കടാ സഞ്ജയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതീപരമാസയാവേകാൽ നടന്നു തുടങ്ങിനാൻ. രാത്രിയിലൊക്കെ നിറഞ്ഞു പറയുന്നൊരു വാധി നടക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങൾ തേടിയും പക്വ ഫലങ്ങൾ ഭുജിക്കയും ശൈലാവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലാശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തമാതീരവും പുക്കൂ മഹേന്ദ്രാജലാന്തികെ മേവിനാർ. മാരുതി തന്നെ കണ്ടദേശേ വന്നു ഭാര്യയിലിറങ്ങി രഘുകുലാനാഥനും താരേയ കണ്ടമാർന്ന സൗമിത്രിയും ഭാര്യയിലിറങ്ങു വണങ്ങിനാനഗ്രജം. ശ്രീരാമലക്ഷ്മണന്മാരും കപീന്ദ്രരും വാരിതീതീരം പ്രാപിച്ചോരനന്തരം സൂര്യനും വാരിതീതനുടെ പശ്ചിമാതീരം പ്രവേശിച്ചപ്പോൾ നൃപാധിപൻ സൂര്യാത്മജനോട് അരുൾ ചെയ്തിതാശുനം വാരിയെടുത്തു സന്ധ്യാവന്ദനം ചെയ്തു വാരാനിധിയെ കടപ്പാനുപായവും വീരരായുള്ളവരോ ഒന്നിച്ചു മന്ത്രിച്ചു പാരാതെ കൽപ്പിക്ക വേണാമിനിയുടൻ. വാനരാസൈന്യത്തെ രക്ഷിച്ചു കൊള്ളണം സേനാധിപന്മാർ. കൃശാനുപുത്രാദികൾ രാത്രിയിൽ മായാവി വിശാരദന്മാരായ രാക്തീഞ്ചരന്മാരുപദ്രവിച്ചിടുവർ ഏവാമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേവിനൻ. പർവ്വതാഗ്രേ രഘുനാഥനും വാനരാവൃന്ദം മകരാലയം കണ്ടു മാനസേ ഭീതി കലർന്നു മരുവിനാൻ. ചക്രൗഘാഭയങ്കരാമെത്രയും ഉഗ്രം വരുണാലയം ഭീമാനിസ്വനം അത്യുന്നതാതരം കാട്യ
അത്യുന്നത തരംഗ ഗാഠാമഗാധമിതുത്തരണം ചെയ്വതിനാരുതാർക്കുമേ. ഇങ്ങനെയുള്ള സമുദ്രം കടഞ്ഞു ചെന്നെങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു. ചിന്താപരവശന്മാരായി കവികളും മന്ദബുദ്ധ്യാ രാമാപാർശ്വേ മരുവിനാൽ ചന്ദ്രനും അപ്പോൾ ഉദിച്ചു പൊങ്ങിയിടിനൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും. ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുവരിച്ചിടുവാൻ. ദുഃഖാർഷഭയ ക്രോധലോഭാദികൾ സൗഖ്യമോദാമോഹ കാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ സുജ്ഞാനരൂപമായുള്ള ചിതാത്മനി സംഭവിക്കുന്നു. വിചാരിച്ചു കൺകലോ സംഭവിക്കുന്നതു ദേഹാഭിമാനിനം. കിം പരമാത്മനി സൗഖ്യ സുഖ ദുഃഖാദികൾ സംപ്രസാദത്തിങ്കലില്ല രണ്ടേതുമേ. സമ്പ്രതി നിത്യമാനന്ദ മാത്രം പരം ദുഃഖാദി സർവവും ബുദ്ധി സംഭൂതങ്ങൾ. മുഖ്യനം രാമൻ പരമാത്മാ പരമൻപുമാൻ. മായാഗുണങ്ങളിൽ സംഗതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും യഥാ ദുഃഖിയെന്നും സുഖിയെന്നും എല്ലാം അതു ഒക്കെയോർത്താല ബുധന്മാരുടെ മതം. ജാനകീ ജീവനസ്മരണം. യുദ്ധകാന്ഡാണ് നമ്മൾ ആരംഭിച്ചത്. യുദ്ധകാന്ഡത്തിൽ ആരംഭിച്ചപ്പോൾ ഇത്രയും കാണ്ഡങ്ങൾ ആരംഭിച്ച പോലെ ഇല്ലാണ്ട് ആദ്യം തന്നെ നാരായണ ഹരേ നാരായണ ഹരേ എന്നുള്ള ആ ഒരു നാമജപങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് ആരംഭിച്ചത്. നാരായണൻ നമ്മൾ പറഞ്ഞു ആ അറിവിൽ ഇരിക്കുന്നതാണ് നാരായണൻ. അറിവിൻ്റെ ആ മൂർത്തിഭാവമാണ് നാരായണൻ. അപ്പോൾ നാരായണനോട് എന്താ പറയുന്നത്? ഹരേ, ഹരിക്കൂ. എന്തിനെ ഹരിക്കണം? നമ്മുടെ അജ്ഞാനത്തെ ഹരിക്കണം. അജ്ഞാനം കൊണ്ടാണ് നമുക്ക് സുഖദുഃഖങ്ങളും പേടി, ക്രോധം, കാമം, ലോഭമൊക്കെ ഉണ്ടാവുന്നത് അറിവില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ ഹരേ, ഹരിക്കണം എന്നതാ ഭഗവാനോട് പറയണു. എൻ്റെ എല്ലാവിധ അജ്ഞാനങ്ങളെ എങ്ങനെയാണോ യുദ്ധത്തിൽ രാജാവായിട്ടുള്ള രാവണനെ വധിച്ച് എല്ലാ സർവ്വലോകങ്ങൾക്കും ശാന്തിയും സമാധാനവും നൽകിയത്, അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ആസുരിക ഭാവത്തെ ഹരിക്കണേ നാരായണ എന്ന പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഈ ഒരു യുദ്ധകാന്ഡം ആരംഭിക്കുന്നത്. ഇത്രയും കേട്ട് വന്ന് ഇവിടെ എത്തുമ്പോഴേക്കും അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള ഒരു മനോഭാവത്തിൽ വായിക്കുന്നവരും കേൾക്കുന്നവരൊക്കെ എത്തിച്ചേരണം എന്നാണ് ഇതിൻ്റെ ഒരു താല്പര്യം. അങ്ങനെ പറയുന്നു ഭഗവാൻ ശ്രീരാമചന്ദ്ര പ്രഭു പറയാണ്, ഹനുമാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് ദേവന്മാർക്ക് പോലും അസാധ്യമായിട്ട് കാര്യമാണ്. 100 യോജന സമുദ്രം ചാടിക്കടക്കുക, രാക്ഷസന്മാരെയൊക്കെ വധിക്കുക, എന്നിട്ട് തിരിച്ച് ചാടിക്കടക്കുക, സീതാദേവിയെ കാണുക, അതൊക്കെ ചെയ്തത് വലിയ കാര്യമാണ്. ഹനുമാൻ ഈ ഒരു പ്രവൃത്തി മൂലം എന്നെയും ലക്ഷ്മണനെയും സൂര്യവംശത്തെയും സുഗ്രീവനെയൊക്കെ രക്ഷിച്ചു. അപ്പോൾ ഉടനടി ഇനി കടൽ കടന്ന് പോകണം. അപ്പോൾ അവിടെ ആ കടലിൽ എന്തൊക്കെയുണ്ട്? മുതലുണ്ടാവും, മകരമത്സ്യങ്ങളുണ്ടാവും, അതുപോലെ പല വിധത്തിലുള്ള ആ ക്രൂര ജന്തുക്കൾ അതിൻ്റെ ഉള്ളിൽ കടലിൽ ജീവിക്കുന്ന ജീവികളുണ്ടല്ലോ, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആ കടൽ താണ്ടി ചെന്നിട്ട് എങ്ങനെ നമുക്ക് ആ ദേവിയെ എന്ന് കാണാൻ സാധിക്കുന്നു? സംസാര സാഗരത്തിൽ കൂടെ നടക്കുമ്പോൾ നമ്മൾക്ക് വന്നു ചേരുന്ന പല വിധത്തിലുള്ള അപകടങ്ങളെയാണ് ഇവിടെ മകരമത്സ്യങ്ങൾ, മുതലകൾ പലതും തരണം ചെയ്യാനുണ്ടാവും ജീവിതത്തിൽ. നമുക്ക് പലതും തരണം ചെയ്താലേ ആ ഭക്തി നമുക്ക് അനുഭവമായിട്ട് തീരുള്ളൂ. അതിനെ തരണം ചെയ്യാൻ സാധിക്കണം. അതിൻ്റെ ഉള്ളിൽ പെട്ട് ഭയപ്പെടാനോ അല്ലെങ്കിൽ അതിൽ ഭ്രമിച്ച് അതോടുകൂടി ചേരാനോ നിന്നാൽ നമുക്ക് ഭക്തിയെ ലഭിക്കില്ല. ഭക്തി ഉണ്ടായാൽ മാത്രമേ ആ ഭഗവാനെ അനുഭവമാവുള്ളൂ. അപ്പോൾ സീത എന്ന് പറയുന്നത് ആ ഭക്തി തന്നെയാണ് സീത. അപ്പോൾ നമ്മുടെ ഈ സംസാര സാഗരം തരണം ചെയ്തത് എങ്ങനെയാണ്? പിന്നെന്ത് ചെയ്യണം? അതിനെ തരണം ചെയ്താൽ മാത്രം പോലെ നമ്മുടെ ഉള്ളിലുള്ള രാവണനെ വധിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ആസുരിക ഭാവങ്ങളെ മുഴുവനും ഇല്ലാണ്ടാക്കണം. അതിനെ രാമനാണ് യുദ്ധം ചെയ്യണ ആള്. രാമൻ നമ്മുടെ ഉള്ള ആസുരിക ഭാവങ്ങളോട് യുദ്ധം ചെയ്യാൻ എന്താണ് നിരന്തരം നമ്മൾ ജപിക്കുന്ന നാമം തന്നെയാണ് ആ യുദ്ധം. അല്ലെ, ആസുരിക ഭാവത്തെ കളയാനായിട്ട് യുദ്ധം ചെയ്യുന്ന രാമൻ നാമമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ആ നാമരൂപത്തിലിരുന്ന് നാമം ജപിച്ച് ആസുരിക ഭാവത്തെയൊക്കെ കളഞ്ഞു കഴിയുമ്പോൾ
നമുക്കിത് ആ ഉള്ളിൽ ഭക്തി ലഭിക്കും എന്നുള്ളത് പറയണു. ആ ഭക്തി ഭഗവാനിലേക്ക് സമർപ്പിച്ചാൽ അത് മുക്തിയായിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഓരോ താല്പര്യങ്ങളും പറ്റുന്നത് പോലെ കുറേശ്ശെ ഓരോ ദിവസം പറയണമെന്നേ ഉള്ളൂ. നമ്മളിനി അവിടെ ചെന്നിരുന്ന് ഇതൊക്കെ അങ്ങനെ വായിച്ച് നോക്കി ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും, ഇതൊക്കെ എങ്ങനെയല്ലേ ഇങ്ങനെയൊക്കെ പറയാൻ, എങ്ങനെയാണ് അറിയണേന്ന്. ഒരു കാലത്ത് ഞാനും ആലോചിച്ചിട്ടുണ്ട്, ഈശ്വര എങ്ങനെയാണ് അതൊക്കെ ഇവർക്കൊക്കെ പറയാൻ കിട്ടണമെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് മനസ്സിലായി, അവരുടെ ഉള്ളിലിരുന്ന് പറയണതും നമ്മുടെ ഉള്ളിലിരുന്ന് പറയണതും ഈശ്വരൻ തന്നെയാണ്. നമുക്കൊരു കൊതി ഉണ്ടായാൽ മതി, ശരിക്കും ഒരു കൊതി ഉണ്ടായാൽ മതി. ഭഗവാന്റെ കഥകളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഭഗവാനെ അവിടുത്തെ കഥകൾ ഇതുപോലെ കണ്ണ് നിറച്ചുകൊണ്ട് ഇഷ്ടത്തോടുകൂടി ഭക്തിയോടുകൂടി പറയാൻ എപ്പോഴെങ്കിലും സാധിക്കുമോയെന്ന്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും അത്രയ്ക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും കുറച്ചെങ്കിലും പറയാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ തന്നത് ആഗ്രഹം കൊണ്ട് മാത്രമാണ്. നമ്മൾ മറ്റെന്തിനൊക്കെയോ വേണ്ടി കൊതിക്കുന്നു, ഈശ്വരന് വേണ്ടി കൊതിക്കുന്നില്ല. ഈശ്വരന് വേണ്ടി ഒന്ന് കൊതിച്ചു നോക്കൂ, നിങ്ങൾക്കെല്ലാവർക്കും സാധിക്കും. ഈ പ്രേമ പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയപ്പോൾ അതിനു മുമ്പ് രാധേ രാധേ എന്നൊക്കെ പറഞ്ഞ് അത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ആ ഗ്രൂപ്പ് രാധേ രാധേ എന്നുള്ളത് അതിപവിത്രമായ ഒരു ഗ്രൂപ്പ് തന്നെയാണെന്ന് പറയണം അതിൽ. കാരണം അത്രയും അതിൽ ഈശ്വരനിൽ ഉറച്ച മനസ്സുള്ളവരാണ് അവരൊക്കെ. അവർക്ക് വേറെ ഒന്നുമില്ല, അവിടെ എന്ത് വിഷമം വന്നാലും അവിടെ നാമം ജപിച്ചാൽ ഭഗവാൻ അത് കേൾക്കും എന്നുള്ള അത്രയും ദൃഢമായ മനസ്സോട് കൂടിയാണ്. അപ്പം അതിലൊക്കെ ആദ്യം തുടങ്ങിയ ഉടനെയൊക്കെ ഓരോരുത്തരോട് പറയും, നാമം ജപിക്കാൻ പറയുമ്പോൾ എല്ലാവർക്കും മടിയാണ്. നാമം ജപിക്കാൻ എങ്ങനെയാണ് ശരിയാവുക, ഭാഗവതം വായിച്ചാൽ എങ്ങനെയാണ് ശരിയാവുക. ഞാൻ എങ്ങനെ വേണമെങ്കിലും വായിക്കൂ, എങ്ങനെ വേണമെങ്കിലും നാമം ജപിക്കൂ. അങ്ങനെ കൊതിപ്പിച്ച് വായിച്ചവരിപ്പോൾ അവരൊക്കെ മനോഹരമായിട്ട് ഭാഗവതം വായിക്കണവരായി തീർന്നു. അതുപോലെ കഥ പറയാൻ കൊതിച്ച് ഒരു ഇത്തിരി മതി, ഒരു ഭാഗം എന്തെങ്കിലും ഒരു ചിത്രം കാണിച്ചു കൊടുത്തിട്ട് ഈ ചിത്രത്തിനെ പറ്റിയൊരു കഥ പറയൂ എന്നൊക്കെ പറഞ്ഞ് കഥ പറയണവർ ഇപ്പോൾ ധാരാളം മിക്കതും അതേ കഥ പറയാൻ തുടങ്ങി. അതുപോലെ കീർത്തനങ്ങൾ എഴുതാൻ തുടങ്ങി. നമ്മുടെ ഇവിടെ വരുന്ന ശോഭയൊക്കെ എത്ര മനോഹരമായിട്ടാണ് കീർത്തനങ്ങൾ എഴുതുകയെന്നറിയോ. ആ കീർത്തനങ്ങൾ എഴുതാനുള്ള ഒരു തവണ കൊതിച്ചിട്ട് പേനയും കടലാസും കൊടുത്തിട്ട് ഇങ്ങനെ ഏതെങ്കിലും നമുക്ക് അറിയണ ഒരു രീതി നമ്മുടെ മനസ്സിൽ വെച്ചിട്ട് അത് വെച്ചിട്ട് കണ്ണൻ്റെ ഏതെങ്കിലും ആ ഒരു കീർത്തനം എഴുതാൻ അങ്ങനെ കൊതിച്ചിരുന്നാൽ അത് ശരിക്കും നമുക്ക് അനുഭവമായിട്ട് വരും. അത് എഴുതി കഴിയുമ്പോൾ ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് എഴുതണമെന്ന് കൊതിയാവും. ഒരു തവണ അത് നമ്മുടെ ഉള്ളിലെത്തിയാൽ, കാരണം ഇതൊക്കെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്, ഇവിടെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഉള്ളിൽ എങ്ങനെയാണല്ലേ, നമ്മുടെ ഉള്ളിൽ ആ ഭഗവാനുണ്ട്, ആ ഭഗവാനിൽ നിന്നാണ് ഇതെല്ലാം വരണത്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇത് സാധിക്കും. ഒരാൾക്ക് പറ്റുന്നുണ്ട്, ഒരാൾക്ക് പറ്റുന്നില്ല അങ്ങനെ പറയാനേ പാടില്ല. കാരണം അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരന് ചൈതന്യം ഇല്ല എന്നായി പോവില്ല. അങ്ങനെയല്ല, ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ചൈതന്യത്തിനെ നമ്മളിത് അങ്ങനെ പ്രകടമാവാനുള്ള ഒരു കൊതി നമ്മുടെ ഉള്ളിലുണ്ടായാൽ നമുക്ക് അനുഭവമായിട്ട് തീരും. അപ്പോൾ ഇത് ഓരോരുത്തരും നമ്മൾ അവനവൻ്റെ വീട്ടിലിരുന്നിട്ട് ആ രാമായണമൊക്കെ അങ്ങനെ വായിക്കുക. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഏത് ഭാവമാണോ തോന്നുന്നത് അതനുസരിച്ച് ചിന്തിക്കുക. ആ ചിന്തിച്ച് വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇവിടെ ഈ പറഞ്ഞതിനേക്കാളും വലിയ ഉത്തരങ്ങൾ, വലിയ അർത്ഥങ്ങൾ നിങ്ങളുടെയൊക്കെ ഓരോരുത്തരുടെ ഉള്ളിലും തെളിഞ്ഞു വരും. സത്യമായിട്ടുള്ളൊരു കാര്യമാണ്, അനുഭവമുള്ളൊരു കാര്യമാണ്. എല്ലാവർക്കും അതിന് സാധിക്കും. അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് ഇനി ആ ദേവിയെ കാണാൻ കഴിയാമെന്ന് ഇങ്ങനെ പറയണ കേൾക്കുമ്പോൾ കടൽ കടന്ന് ചെന്നിട്ട് ലങ്കയെ ഭസ്മമാക്കിയിട്ട് ദേവിയെ കൊണ്ടുവരുന്നുണ്ട്. അത് ചിന്തിച്ച് വിഷമിക്കരുത്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത്? ഭഗവാൻ ശ്രീരാമചന്ദ്രപ്രഭു കൂടെയുണ്ട്. അതുകൊണ്ടാണ്, അഹങ്കാരം കൊണ്ട് എൻ്റെ ശക്തിയല്ല എല്ലാവരും പറയണേ. ഇത് ശ്രീരാമചന്ദ്രപ്രഭു കൂടെയുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണ് വേല ചെയ്യണേ? ഈശ്വരന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ തടസ്സങ്ങളും ഈശ്വരൻ നമുക്കത് അനുകൂലമാക്കി തരും. അങ്ങനെ ഈ 3 ലോകത്തിലും രാഘവൻ സാക്ഷാൽ ശ്രീരാമചന്ദ്രപ്രഭുവിനോട് എതിരിടാനായിട്ട് ആരുമില്ല. അങ്ങനെ അങ്ങയ്ക്ക് വേണമെങ്കിൽ ഒരു അസ്ത്രം കൊണ്ട് ആ കടലില്ലാണ്ടാക്കാം, അതല്ലെങ്കിൽ ഒരു അസ്ത്രം ഉപയോഗിച്ചാൽ മതി, സേതുബന്ധനം ഉണ്ടാക്കാം. അതൊക്കെ അങ്ങയുടെ ശക്തിയാണ്. പക്ഷേ എന്താണ്, ആ ഒരു മനുഷ്യഭാവത്തിലിരിക്കുമ്പോൾ അതുപോലെ വേണമല്ലോ. അപ്പോൾ ഇതൊക്കെ തിരിച്ചറിയേണ്ട. അപ്പോൾ ഇപ്പൊക്കെ ശുഭമായ സമയമാണ്. നമുക്ക് ഏതെങ്കിലും വിധത്തിൽ കടലൊക്കെ കടന്ന് അവിടെ ആ ലങ്കയിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ലങ്കാനഗരി ഒന്ന് വിസ്തരിച്ച് പറയുമ്പോൾ ഹനുമാൻ അവിടെ കണ്ടതെല്ലാം
വിസ്തരിച്ച് പറയുന്നുണ്ട്. അതൊക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ഭാഗങ്ങളാണ്. അതിൻ്റെ ആ ഭംഗിയും, എത്ര 7 ഗോപുരങ്ങളുണ്ട്, അതിൻ്റെ ഉള്ളിൽ 7 മതിലുകളുണ്ട്, അതൊക്കെ പറഞ്ഞ് അങ്ങനെ വിസ്തരിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ഓരോ ദിക്കിലും കാവലിനായിട്ട് ഇന്ന രാക്ഷസന്മാരുണ്ട് അവിടെ. പിന്നെ അതുകൂടാണ്ട് സ്വർണ്ണനിർമ്മിതമായ ഭക്ഷണശാല, നാടകശാല, നടപ്പന്തല്, കുളിമുറി, പിന്നെ മദ്യം സേവിക്കാൻ തന്നെയായിട്ടൊരു സ്ഥലം, അങ്ങനെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട് എന്ന് പറഞ്ഞതാ. സീതയെ കണ്ട കാര്യങ്ങൾ ഒന്നും കൂടി അവിടെ അനുസ്മരിക്കുന്നു. സീതാദേവിയെ കണ്ട് സീതാദേവിക്ക് കണ്ട കഥകളൊക്കെ അങ്ങനെ പറഞ്ഞ് വീണ്ടും പറയുന്നു. ആ മറ്റേ അക്ഷകുമാരനെ വധിച്ചതും ആ 4-1 ആ ലങ്കയിലെ ആ സൈന്യത്തെ ഇല്ലാണ്ടാക്കിയതൊക്കെയുള്ള കഥകൾ പറയുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പറയും വിഭീഷണനാണ് എന്നെ വധിക്കാൻ പോയതാണ്. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു ദൂതനെ വധിക്കരുതെന്ന്, രക്ഷിച്ചത് വിഭീഷണനാണ് എന്ന്. ആ വിഭീഷണനെ പറ്റിയിട്ടുള്ള ആ ഒരു വാക്കിൽ വിഭീഷണൻ്റെ നന്മ മനസ്സിലായി ആ ശ്രീരാമചന്ദ്രപ്രഭുവിനെ എല്ലാം അറിയാം, എന്നാലും ആ ഒരു വാക്ക് അവിടെ പറയേണ്ട നന്മയെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവിടെ നിന്ന് വന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് വാനരന്മാരാക്കിയായിട്ട് എല്ലാവരും കൂടി പോവാം എന്നെല്ലാം പറഞ്ഞു. കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞതാ. രാജൻ്റെ ഭക്തന്മാരൊക്കെ കൊന്നൊടുക്കിയിട്ട് നമുക്ക് ആ യുദ്ധത്തിൽ ആ രാക്ഷസ രാജാവായ രാവണനെ വധിച്ച് സീതാദേവിയെ കൊണ്ടുവരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഹനുമാൻ്റെ വാക്കുകളൊക്കെ കേട്ടപ്പോൾ എല്ലാവരും കൂടി പോവുകയാണ്. അപ്പം അങ്ങനെ ഹനുമാൻ്റെ തോളിലേറിയിട്ട് ശ്രീരാമചന്ദ്രപ്രഭുവും അംഗദൻ്റെ തോളിലേറിയിട്ട് ലക്ഷ്മണനും അവരുടെ കൂടെ സുഗ്രീവനൊക്കെ നടന്ന് എല്ലാവരും കൂടിയിട്ട് അവിടെ സന്ധ്യാനേരം ആകുമ്പോഴേക്കും അവിടെ സമുദ്രത്തിൻ്റെ തീരത്ത് അവിടെ എത്തി. അങ്ങനെ ആ സമുദ്രത്തിൻ്റെ തീരത്ത് എത്തിക്കഴിഞ്ഞിട്ട് ശ്രീരാമചന്ദ്രപ്രഭു ഒന്ന് സന്ധ്യാവന്ദനമൊക്കെ ചെയ്തിട്ട് നാളെ നമുക്ക് എന്താ വേണ്ടതെന്ന് ഇന്ന് കൂടി ആലോചിച്ചിട്ട് നാളെ എന്താ വേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ആ കുരങ്ങന്മാർക്കൊക്കെ പേടിയായി, വനരന്മാർക്കൊക്കെ പേടിയായി, മുതലക്കൂട്ടങ്ങളെയും ഒക്കെ കണ്ടിട്ട് പേടിയായി. അപ്പോൾ കടൽ കടക്കാനായിട്ട് ആർക്കും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ലോകത്തെ ഒരു നടനായിട്ട് വേഷം കെട്ടിയാൽ ആ നാട്യം വേണ്ടതുപോലെ പൂർണ്ണമായിട്ടും അല്ലേ, അത് നാട്യമാണെന്ന് തോന്നരുത്. നമ്മളൊക്കെ കണ്ടിരിക്കുമ്പോൾ അത് നാട്യമാണെന്ന് തോന്നില്ല. ചിലതൊക്കെ കണ്ടാൽ നമ്മൾ അതിൻ്റെ തന്മയീഭാവം പൂണ്ടിട്ട് കരഞ്ഞും അല്ലേ, ചില അഭിനയങ്ങൾ കണ്ടാൽ അപ്പോൾ നമുക്കത് തോന്നില്ല, നമ്മുടെ മുമ്പിൽ സംഭവിക്കുന്ന ഒരു കാര്യം പോലെയാണ്. അതുപോലെ ദുഃഖം, കാമം, ക്രോധം, ലോഭം തുടങ്ങിയുള്ള അങ്ങനെയുള്ള ഓരോ ഭാവത്തോടു കൂടിയിട്ട് അതൊന്നും ഇല്ലാത്ത ഭഗവാൻ അതിനൊക്കെ വച്ചിട്ട് അത് അങ്ങനെ കരയാനും സങ്കടപ്പെടാനൊക്കെ തുടങ്ങി എന്ന് പറയണു. അപ്പോൾ പറയണു ശ്രീരാമൻ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയാണ്, ജ്ഞാനസ്വരൂപനായിട്ടുള്ള അവിടത്തേക്ക് ഇങ്ങനെയാണ് ഭാവഭേദങ്ങൾ ഉണ്ടാവുക. ശ്രീരാമൻ അവതാര പുരുഷനാണ്. അപ്പോൾ ആ പരമാത്മ സ്വരൂപത്തിൽ നിന്ന് ഭാവത്തിലേക്ക് ഇറങ്ങി വരുന്നതാണ് അവതാരം. അവതരിക്കുക എന്ന് വെച്ചാൽ നമ്മളുടെ ഈ പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ മുന്നിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളതാണ് അവതാരം. അത് ആകാശത്തുനിന്നൊന്നുമല്ല കേട്ടോ ഇറങ്ങി വരിക, എവിടെയല്ലേ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഭഗവാനല്ലേ. ഉള്ളിലുള്ള ഭഗവാൻ പല ഭാവത്തിൽ പുറത്ത് പ്രകടമാകുന്നതിനൊക്കെ അവതാരം എന്ന് പറയാം. നമ്മൾ വല്ലാണ്ട് വിഷമിച്ചിരിക്കുമ്പോൾ, ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ആ ദുഃഖത്തിനെ തീർക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമേകിക്കൊണ്ട് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരു വ്യക്തി വന്ന് നിൽക്കുമ്പോൾ അത് അവതാരമാണ്, ഈശ്വരൻ്റെ അവതാരമാണ്. അത് പ്രത്യേകിച്ചും അങ്ങനെയുള്ള അവതാരങ്ങൾക്കൊക്കെ പറയാം ആവേശ അവതാരം എന്നാണ്. ഒരു നിമിഷം അവരുടെ ഉള്ളിലിരിക്കുന്ന ഈശ്വരൻ അങ്ങോട്ട് പ്രവർത്തിക്കും. പ്രവർത്തിച്ചിട്ട് നമുക്ക് വേണ്ടത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പണ്ടത്തെ പോലെ തന്നെയാവും. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുക ഏറ്റവും വലിയ ശത്രുക്കൾ നമ്മളോട് തല്ലുകൂടിയവരാവും. ചില സമയത്ത് നമ്മളോട് നന്നായിട്ട് വന്ന് പെരുമാറി നമുക്ക് അത്ഭുതം തോന്നി, എന്നാൽ ഈ ഒരു അവസരത്തിൽ ഇവരങ്ങാൻ ഇങ്ങനെ ചെയ്തുവല്ലോ. പക്ഷെ അടുത്ത നിമിഷം അവർ പണ്ടത്തെ പോലെ ആയിട്ടുണ്ടാവും. അതൊക്കെ എന്തെങ്കിലും ഒരു സുഹൃതം കൊണ്ട് ഈശ്വരൻ കൊടുക്കുന്ന ഒരു അനുഗ്രഹമാണ്. അതൊക്കെ ഒരു ആവേശ അവതാരം എന്ന് പറയുന്നതിന്. അങ്ങനെ ആ ഭഗവാന് സുഖദുഃഖങ്ങളൊന്നുമില്ല.
അതുപോലെ ഉറക്കം, സുഷുപ്തി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നിത്യമായ ആനന്ദമാണ് രാമൻ. അപ്പോൾ ആ പരമാത്മാവും പരമപുരുഷനുമായിട്ടുള്ള രാമൻ മായാഗുണങ്ങളോട് ചേർന്നിട്ട് മായയിൽ മുഴുകിയവർക്ക് തോന്നുകയാണ് രാമൻ ദുഃഖിക്കുന്നു. ഇപ്പോൾ നമ്മൾ മഹാത്മാക്കളായിട്ടുള്ളവരെയൊക്കെ കാണാം, അവർക്കൊക്കെ വലിയ വലിയ രോഗങ്ങൾ വന്നിട്ടാണ് അവർ മരിച്ചിട്ടുണ്ടാവുക. ക്യാൻസർ, ശരീരം മുഴുവൻ വ്രണം, അങ്ങനെയുള്ള രോഗങ്ങൾ വന്ന് ഒക്കെ മരിച്ച മഹാത്മാക്കളുടെ കഥകൾ, ഋഷീശ്വരന്മാരുടെ കഥകൾ കേൾക്കും. അപ്പോൾ അവരുടെ ആ ബുദ്ധിമുട്ടും വിഷമമൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും, ഇത്രയും കാലം ഈശ്വരനെ ഭജിച്ച് സ്വാത്വികമായിട്ട് സന്യാസിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇവർക്ക് എന്തേ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരാൻ എന്ന് നമുക്ക് ദുഃഖം തോന്നും. അത് എന്താണെന്ന് വിചാരിച്ചാൽ അത് അദ്ദേഹത്തിന് ശരീരത്തിൻ്റെ കർമ്മപ്രാരാബ്ദം തീരാനായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കർമ്മപ്രാരാബ്ദം അതോടുകൂടി തീർന്നിട്ട് ആ ജീവൻ ഭഗവാനിലേക്ക് ലയിക്കാൻ വേണ്ടി ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. അദ്ദേഹത്തിന് അതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. ആ വേദന അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ കാണുമ്പോഴാണ് ദാരിദ്ര്യ ദുഃഖമായാലും മറ്റുള്ളതൊക്കെ ആകുമ്പോൾ കാണണവർക്ക്, നമ്മളെപ്പോലെയുള്ളവർക്ക് നമ്മൾ അതിലാണ് പ്രത്യേകത കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊക്കെ ദുഃഖവും. പക്ഷേ ആ ശരീരബോധം ഇല്ലാത്തവർക്ക് അതൊന്നും ദുഃഖാവില്ല. അവരുടെ ശരീരത്തിൽ എന്ത് നടന്നാലും അറിയില്ല. ശ്രീരാമകൃഷ്ണ പരമഹംസർ എവിടെയെങ്കിലുമൊക്കെ ആ ഭഗവത് കീർത്തനമൊക്കെ കേൾക്കുക, നാമജപമൊക്കെ കേൾക്കുന്ന സമയത്ത് അദ്ദേഹം ആടിപ്പാടി നൃത്തം ചെയ്യൂത്രേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വസ്ത്രമൊക്കെ അഴിഞ്ഞ് താഴെ വീഴും. വീഴുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ തീർത്തുകൊണ്ടുണ്ട് വസ്ത്രം ഉടുക്കാൻ പറഞ്ഞ് കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോൾ പറയും, അതിനെൻ്റെ ശരീരം എവിടെ എന്ന് ചോദിക്കുക. അദ്ദേഹത്തിന് ശരീരബോധം പോലും ഇല്ലാണ്ട് അത്രയും മഹാത്മാക്കളായിട്ടുള്ളവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ വലിയ വലിയ രോഗങ്ങളൊക്കെ വന്ന് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നാമം ഈശ്വരൻ, നമ്മളെന്താ പറയുക, നമുക്ക് ഈശ്വരനെ ഭജിക്കാൻ തുടങ്ങിയപ്പോൾ ആ കഷ്ടകാലം കൂടിയെന്ന്. നമുക്കതല്ല 10 വർഷം കൊണ്ട് അനുഭവിച്ച് തീർക്കേണ്ട 1 വർഷം കൊണ്ട് അനുഭവിച്ച് തീർക്കാന്ന് പറയുന്നത്. അതുപോലെ 10 ജന്മത്തിലേക്കുള്ളതാ ഒരുമിച്ച് അനുഭവിച്ചിട്ട് ജീവൻ മുക്തനാവുക എന്നുള്ളതാണ്. അത് സാധാരണക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അടുത്ത ജന്മമുണ്ടോ, കഴിഞ്ഞ ജന്മം ഉണ്ടായിരുന്നോ, ഇതാർക്കും അറിയില്ല. കഴിഞ്ഞ ജന്മം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഓർമ്മ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണ്ടേ, അതൊന്നും ഇല്ലല്ലോ എന്നൊക്കെ. അത് ഞാനും പലപ്പോഴും ആലോചിച്ചിട്ടുള്ള കാര്യം, ഗുരുവായൂരപ്പനോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. ഈ കഷ്ടതകളൊക്കെ ഈ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഈ ഒരു ജന്മം നമ്മൾ ദുഃഖങ്ങളോ ദുരിതങ്ങളൊക്കെ അനുഭവിക്കുന്നു, സുഖങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ പൂർവ്വജന്മ സ്മൃതി ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അല്ലേ. ഇത് നമുക്ക് മനസ്സിലാവണില്ലേ. നമ്മളെന്തിനാ കുറുമ്പ് കാണിക്കുന്ന കുട്ടികളെ ചിലപ്പോൾ അച്ഛനമ്മമാരടിക്കുമ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവണില്ല, എന്തിനപ്പോൾ എന്നെ അടിച്ചതെന്ന്, ഞാൻ ചെയ്ത ഈ കുറുമ്പ് കൊണ്ടാണ് അടിച്ചതെന്ന് മനസ്സിലാവണില്ല. അങ്ങനെയാകുമ്പോൾ അവർ വീണ്ടും കുറുമ്പ് കാണിക്കുകയല്ലേ ചെയ്യുക എന്ന് എപ്പോഴും ഭഗവാനോട് ചോദിക്കാറുണ്ട്. പക്ഷേ ഭഗവാന്റെ ആ സൃഷ്ടിയുടെ ആ കാര്യങ്ങളൊക്കെ ഭഗവാന് മാത്രം അറിയണതാണ്. വേറെ ഒരാൾക്കും ആ വേദ്യനായിട്ടുള്ള ഭഗവാന് മാത്രമേ അതിൻ്റെ ആ പൊരുൾ എന്താണെന്ന് അറിയുള്ളൂ. നമുക്കറിയില്ല. നമ്മുടെ ആ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അറിയുന്നതല്ല ഈശ്വരൻ. അതുകൊണ്ട് സാധിക്കില്ല. അപ്പം നമുക്ക് ഒന്നേ പറ്റുള്ളൂ. അമ്മ തല്ലിയാലും കുട്ടികളെന്താ അമ്മേന്ന് വിളിച്ച് കരഞ്ഞ് കൈ കാണിക്കും അമ്മോട് എടുക്കാനല്ലേ. അമ്മ എടുത്ത് മാറോട് ചേർത്തൊന്ന് തലോടുമ്പോൾ ആ വേദനയൊക്കെ ശമിക്കുക. അതുപോലെ നമുക്ക് എന്ത് വന്നാലും നമുക്ക് എന്താ അറിയുള്ളൂ, ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ എന്ന് വിളിക്കാനേ അറിയുള്ളൂ. അങ്ങനെ വിളിച്ച് ആ ഭഗവാനെ തന്നെ ആശ്രയിക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. ഇനി ഒന്നിനും കഴിയാത്ത ആ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെയാണ് നമുക്ക് നമ്മുടെ അഹംഭാവം കൊണ്ട് തോന്നുന്നു ഞാൻ ആരൊക്കെയാണെന്ന്. നമ്മൾ ആരുമല്ല. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാന്റെ ഇതൊക്കെ അജ്ഞന്മാരെ അറിവില്ലാത്തവർക്കുള്ളതാണ് എന്ന് പറയുന്നു. ഇനി ആ രാവണാദികളുടെ ആലോചന. ജാനകീ ജീവനസ്മരണം അക്കഥ നിൽക്കാതെ ശരതാ പുത്രരൂമർക്കാത്മജാതികളായ കവികളും വരാനിധിക്കൂ വടക്കേക്കര വന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മേ വരുത്തി വിരവോടു മന്ത്രാനികേതനം മുക്കിരുന്നീടിനാൻ ആതിഥേയാസുരേന്ദ്രാദികൾ
ക്കും അരുതാതൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോട് കേൾപ്പിച്ചാനവസ്ഥകൾ. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരും അറിയാതിരിക്കയുമില്ലല്ലോ. ആർക്കും കടക്കരുതാതൊരു ലങ്കയിലൊക്കോട് വന്ന കമ്പുക്കോരു വാനരൻ. ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത അഴിച്ചാനുഭവനം. നക്തഞ്ചരന്മാരെയും വധിച്ച എന്നുടെ പുത്രനാമക്ഷാകുമാരനെയും കൊന്നു. ലങ്കയും ചുട്ടുപൊഴിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമെന്നിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം. ഇപ്പോൾ കപികുലസേനയും രാമനും അബ്ദിതി ഉത്തരതീരെ വരുവിന്നോർ കർത്തവ്യമെന്തു നമ്മാലിനി എന്നതും ചിത്തെ നിരൂപിച്ചു കൽപ്പിക്ക നിങ്ങളും. മന്ത്രി വിശാരദന്മാർ നിങ്ങൾ എന്നുടെ മന്ത്രികൾ ചൊന്നതു കേട്ടതു മൂലമായി വന്നീലൊരാപത്തും ഇനിയും മമാഹിതം നന്നായി വിചാരിച്ചു ചൊല്ലുവിൻ വൈകാതെ. എന്നുടെ കണ്ണുകളാകുന്നതും നിങ്ങൾ എന്നിലെ സ്നേഹവും നിങ്ങൾക്കതഞ്ചലം ഉത്തമം മധ്യമം പിന്നെ തഥമവും ഇത്തം ത്രിവിധമായുള്ള വിചാരവും സാധ്യാമിതം ദുസ്സാധ്യമാമിതം സാധ്യമല്ലെന്നുള്ള 3 പക്ഷങ്ങളും കേട്ടാൽ പലർക്കും ഒരുപോലെ മനസ്സേ വാട്ടാമൊഴിഞ്ഞു തോന്നിയിടുന്നതും മുതാ തമ്മിൽ അന്യോന്യം പറയുന്ന നേരത്തു സമ്മതം മാമകം നന്നു നീദൃശം എന്നുറച്ചൊന്നിച്ചു കൽപ്പിച്ചുമുത്തമം. പിന്നെ രണ്ടാമതു മധ്യമം ചൊല്ലുവിൻ. ഓരോ തരം പറഞ്ഞ് ഊനങ്ങളുള്ളതു തീരുവാനായി പ്രതിപാദിച്ചോരനന്തരം നല്ലതീതന്നൈക്യാമതമായ ഏവനും ഉള്ളിലുറച്ചു കൽപ്പിച്ചതു പിരിവതു മധ്യമമായുള്ള മന്ത്രാമതന്യെ ചിത്താഭിമാനേന താൻ പറഞ്ഞിതു സാധിപ്പതിന് ദുഷ്തർക്കം പറഞ്ഞിതു ബാധിച്ചു മറ്റവേനയും പറഞ്ഞിഷയ കാലുഷ്യചേതസ കൽപ്പിച്ചു കൂട്ടാതെ കാലവും ദീർഘമായിട്ടു പരസ്പരം നിന്ദയം പൂണ്ടു പിരിയുന്ന മന്ത്രമോ നിന്ദ്യമായുള്ളോ അധാമമാമെത്രയും. എന്നാൽ ഇവിടെ നമുക്കെന്തു നല്ലതെന്നൊന്നിച്ചു നിങ്ങൾ വിചാരിച്ചു ചൊല്ലുവിൻ. ഇങ്ങനെ രാവണൻ ചൊന്നതു കേട്ടളാവിംഗിതജ്ഞൻ നിശാചരർ ചൊല്ലിനാൻ. നന്നെത്രയോ മോർത്തോളമുള്ളിൽ അതിനൊരു കാര്യവിചാരമുണ്ടായതും ലോകങ്ങളെല്ലാം ജയിച്ച ഭവാൻ ഇന്നൊരാകുലമെന്തു ഭവിച്ചിതു മനസ്സേ. മർത്യനാൻ രാമങ്കൽ നിന്നു ഭയന്തവാജിത്തെ ഭവിച്ചതു എത്രയും അത്ഭുതം. വൃത്രാരിയെ പുരായുദ്ധേ ജയിച്ചവൻ ബദ്ധ്വാവിനിക്ഷിപ്യ പത്തനെ സത്വരം വിശുദ്ധനായൊരു കീർത്തി വളർത്തതും പുത്രനം മേഘാനിനാദനതോർക്ക നീ. വിത്തേശനെ പുരായുദ്ധ മധ്യേ ഭവാൻ യുദ്ധാജിതശ്രമം പോലും ദശാന്തരെ പുഷ്കരമായ വിമാനം ഗ്രഹിച്ചതും അത്ഭുതം എത്രയോ ഓർത്തു കണ്ടോ. കാലനെ പോരിൽ ജയിച്ച ഭവാനുണ്ടോ കാലദണ്ഡത്താലുണ്ടാവും പുങ്കാരമാത്രേന വരുണനെ സങ്കരത്തിൽ ജയിച്ചില്ലയോ സങ്കരത്തിങ്കൽ ജയിച്ചില്ലയോ. മറ്റുള്ള ദേവകളെ പറയണമോ മറ്റാരും മറ്റുള്ളതു ചൊല്ലു നീ. പിന്നെ മയനാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയിലയോ തവ. ദാനവന്മാർ കരം തന്നു പൊറുക്കൊന്നു മാനവന്മാരെ കൊണ്ടെന്തു ചൊല്ലേണമോ. കൈലാസശൈലമിളക്കിയെടുത്തുടന ആലോലം അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്ത് നൽകിയിലയോ മൂലമുണ്ടോ വിഷാദിപ്പൻ മനസിത്തെ. ത്രൈലോക്യവാസികളെല്ലാം ഭവദ്ബലമാലോക്യ ഭീതി കലർന്നു മരുവന്നു. മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നമുക്കോർക്കുകിൽ നാണമം. നാമൊന്നപേക്ഷിക്ക കാരണാൽ ഏതുമോരാമയാമെന്നിയെ പൊയ്ക്കൊണ്ടതും അവൻ. ഞങ്ങളാരാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ. ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകം ഓരോ പ്രതിജ്ഞയും ചൊല്ലിനാർ.
മാനവോടിന്നിനി ഞങ്ങളിലകനെ കാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷാജാതികളില്ല ലോകത്തിങ്കൽ വനരാജാതിയുമില്ലെന്നതും വരും. ഇന്നൊരു കാര്യവിചാരമാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരാമിളപ്പം നമുക്കതു ഉൾത്താരിലോർത്തരുളേണം ജഗത് പ്രഭോ. നക്തഞ്ചരാവരാരിത്തം പറഞ്ഞള ഉൾത്താപമൊട്ടു കുറഞ്ഞു ദശാസ്യനും ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഇവിടെ രാവണാദികൾ ആലോചിക്കുകയാണ്. പറഞ്ഞു എല്ലാ രാക്ഷസന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയാണ്, ഈ ലങ്കാപുരിയുടെ ഒരു ഭാഗം മുഴുവനും ചുട്ട് കത്തിച്ച കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് കേൾക്കണേ. എന്നിട്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറയുകയാണ്, അതാ ഇങ്ങനെ ഒരു വാനരം വന്നില്ലേ, നിങ്ങളെല്ലാവരും അറിഞ്ഞില്ലേ, ഇത്രയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് നാണക്കേടാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇനിയിപ്പോൾ നിങ്ങളെല്ലാവരും കൂടിയിട്ട് കാര്യങ്ങൾ തീരുമാനിച്ച് പറയണം. ഉത്തമം, മധ്യമം, മധ്യമം, അങ്ങനെ പല വിധത്തിലുണ്ട് തീരുമാനങ്ങൾ. അപ്പം നിങ്ങൾ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് ഞാൻ പറയുന്നത് ശരി എന്നല്ലാണ്ട് ഒത്തൊരുമിച്ച് എല്ലാവരും ചിന്തിച്ചിട്ട് ഏകാഭിപ്രായമായിട്ട് ഒരു അഭിപ്രായം പറയണം എന്ന് പറയണം. അപ്പോൾ പറയാണ്, എന്തിനാ അത് മനസ്സിലാക്കിയപ്പോൾ രാക്ഷസന്മാർ ഒന്നടങ്കം പറയണം, അല്ല ഞങ്ങൾക്ക് മനസ്സിലാവണില്ല, അങ്ങ് എന്തിനാണ് ഇങ്ങനൊരു ചർച്ച വെച്ചതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. കാരണം മനുഷ്യനായിട്ടുള്ള രാമൻ്റെ നേർക്ക് എന്തിനാ അങ്ങനെ ഭയം ഉണ്ടായത്? ഇന്ദ്രനെ ജയിച്ച ആളല്ലേ, മേഘനാഥൻ അങ്ങയുടെ പുത്രനല്ലേ, കുബേരനെ ജയിച്ചിട്ടില്ലേ, പിന്നെ കാലനെ ജയിക്കാൻ കഴിഞ്ഞിട്ടില്ലേ, അതുപോലെ കൈലാസെടുത്ത് അമ്മാനായിട്ടില്ലേ, മയെന്നുള്ള അസുരൻ ഇതാ അങ്ങയെ പേടിച്ചിട്ടല്ലേ സുന്ദരിയായ പുത്രിയെ അങ്ങയ്ക്ക് നൽകിയത്. അങ്ങനെയുള്ള അങ്ങ് എന്തിനാണിപ്പോൾ ഇത്ര ദുഃഖിക്കാൻ കാരണം? 3 ലോകങ്ങളിലുള്ളവരും അങ്ങയുടെ പരാക്രമം കണ്ട് ഭീതരായിട്ട് കഴിയാണ്. പിന്നെ ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കാര്യം അത് ചിന്തിക്കുമ്പോൾ ഞങ്ങൾക്കും നാണാവുണ്ട്. കാരണം ഞങ്ങൾ അത്ര അങ്ങോട്ട് അറിഞ്ഞില്ല അവനെ, അല്ലെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞു എന്നുണ്ടെങ്കിൽ അവനെ വിടില്ലായിരുന്നു. ഇവിടെ പറയണത് അഹങ്കാരത്തിൻ്റെ മറ്റേ അടുത്ത് ജയിക്കുമെന്ന് പറയണത് എങ്ങനെയാണ്? ആ രാമനിലുള്ള ഉറപ്പ് കൊണ്ട്, ആ ശ്രീരാമചന്ദ്രപ്രഭു കൂടെ ഉണ്ടെങ്കിൽ കാര്യം സാധിക്കുന്നതാണ് വനരന്മാർ പറയുന്നത്. ഇവരെന്താ പറയണേ? ഞാൻ അറിഞ്ഞില്ല. അതായത് അപ്പോൾ ആ അഹങ്കാരമാണ്. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മൾ പറയണത്. ഞാൻ ഇന്നത് ചെയ്യുമെന്ന് നമ്മളുടെ ഇടയിൽ ഇത് കാണാം. അതുകൊണ്ടാണ് ഇതൊക്കെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അഹങ്കാരം കൊണ്ട് പറയണതും ഈശ്വരനെ മുൻനിർത്തി പറയുന്നതും. ഭഗവാൻ കൂടെ ഉണ്ടെങ്കിൽ എന്ത് കാര്യം നടക്കാൻ ഒരു പ്രയാസമില്ല, അത് വേണ്ടതുപോലെ നന്നായി നടക്കും. കുറൂരമ്മ പറഞ്ഞില്ലേ, ആ വയറുവേദനക്കാരനായ ആളോട് ബാക്കിയുള്ളവരോടൊക്കെ ചെന്ന് പറഞ്ഞു, ഇതാ വില്യമംഗലം സ്വാമിയാരോട് ചെന്ന് പറഞ്ഞു, വല്ലാത്ത വയറുവേദനയാണ്, ഒരു നിവർത്തിയില്ല, അതെങ്ങനെ എത്ര കാലം അത് അനുഭവിക്കേണ്ടി വരുമെന്ന് അറിയില്ല, അങ്ങ് ശ്രീ ഗുരുവായൂരപ്പനെ കാണുന്ന ആളല്ലേ, ഒന്ന് ചോദിച്ചിട്ട് ഇതിനൊരു ഉത്തരം തരുമെന്നു ആൾ ചെന്ന് ചോദിച്ചു ഭഗവാനെ. പിന്നെ വന്നപ്പോൾ ഭഗവാനോട് പറഞ്ഞു, എനിക്കിന്നൊരു ചോദ്യം ചോദിക്കാനുണ്ട്, ഇങ്ങനെ ഒരു ആൾ എന്നോട് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, 3 ജന്മം ഉണ്ടായാലും മാറാത്ത അത്രയ്ക്ക് പ്രാരാബ്ധമാണ്, ഈ ജന്മം കൊണ്ടൊന്നും ഈ വയറുവേദന മാറില്ല, 3 ജന്മം കൊണ്ട് മാറില്ല, അത്രയ്ക്കും ദുരിതങ്ങൾ പൂർവ്വജന്മത്തിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ വേഗം സങ്കടത്തോട് കൂടിയിട്ട് വില്യമംഗലം സ്വാമിയാർ പറഞ്ഞു, ഗുരുവായൂരപ്പൻ പറഞ്ഞ ഉത്തരം എങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കർമ്മപ്രാരാബ്ധം അനുഭവിച്ച് തന്നെയാവണ്ടേ. ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റുക, പച്ചവെള്ളം അല്ലാണ്ട് എന്ത് കുടിച്ചാലും ആകെ മെലിഞ്ഞ് അങ്ങനെ ശോഷിച്ച് വല്ലാത്ത അവസ്ഥയിലായി. വെള്ളം മാത്രം കുടിച്ചിട്ടാണ് പ്രാണൻ നിലനിർത്തണമെന്നുള്ളൊരവസ്ഥയെ കൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് ഒരിക്കൽ കുറൂരമ്മയുടെ ഇല്ലത്ത് ഒരു സത്സംഗം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ഇടയ്ക്ക് എത്തിപ്പെട്ടതാണ് അവിടെ. അപ്പോൾ അവിടെ സത്സംഗം നടക്കണം. കുറൂരമ്മ നാമം ജപിക്കലും ഒക്കെ കഴിഞ്ഞ് ഈശ്വര അവിടുത്തെ പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ പ്രസാദം എല്ലാവർക്കും കൊടുത്തു. അപ്പോൾ വേഗം ഇദ്ദേഹത്തിൻ്റെ കയ്യിലും പ്രസാദം കൊടുത്തു. വെണ്ണയാണ് കൊടുക്കണത്. പറഞ്ഞു, എനിക്കിത് കഴിക്കാൻ വയ്യ അമ്മേ, കാരണം എനിക്ക് വയറുവേദനയാണ്, എനിക്കിത് കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്, വയറുവേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ പറയണു, അല്ല, വയറുവേദനയ്ക്കുള്ള ഔഷധമാണിത്, ഇത് ഗുരുവായൂരപ്പന് നേദിച്ച വെണ്ണയാണ്, ഇത് കഴിച്ചാൽ എല്ലാ അസുഖവും മാറും, എല്ലാ അസുഖവും മാറും. അത് ആ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട് ഗോവിന്ദ 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 എന്ന് ജപിച്ചുകൊണ്ട് ഇതങ്ങോട്ട് കഴിച്ചോളൂ, ഒരു
പ്രയാസം ഉണ്ടാവില്ല, എല്ലാ വേദനയും മാറുന്ന അമ്മ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ അത് വാങ്ങി കഴിച്ചു. അത് വാങ്ങി കഴിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിന് പിന്നീട് ആ വേദന ഉണ്ടായിട്ടില്ല. അപ്പം അത് കഴിക്കാൻ എന്താ കാരണം? ആ അമ്മ അല്ല കുറൂരമ്മ അത് പറയാൻ എന്താ കാരണം? ഗുരുവായൂരപ്പനിൽ ഉറപ്പ്. ഞാൻ തരുന്നതല്ലേ കഴിച്ചോളൂ, ഞാൻ തന്നത് കഴിച്ചാൽ മാറുന്നല്ല പറഞ്ഞ്. ഇത് ഗുരുവായൂരപ്പൻ്റെ പ്രസാദമാണ്, ഗുരുവായൂരപ്പൻ്റെ വെണ്ണയാണ്, കഴിച്ചോളൂ, ഗുരുവായൂരപ്പൻ്റെയാണ്, അതുകൊണ്ട് മാറും. അതാണ് പറഞ്ഞത്. ഗുരുവായൂരപ്പൻ്റെ ആ വെണ്ണ കഴിച്ചാൽ മാറാത്ത അസുഖങ്ങളൊന്നുമില്ല. അപ്പോൾ ആ ഉറപ്പ് അവർ പറഞ്ഞപ്പോൾ അതേ ഉറപ്പ് ഈ വാങ്ങി കഴിക്കണേ ഈ വയറുവേദനക്കാരനായിട്ടുള്ള ആൾക്കുണ്ട്. ഇത്രയും ഉറപ്പിച്ച ഒരാൾ, നമ്മൾ അത്ര ഉറപ്പോടുകൂടി ഒരു കാര്യം പറയുമ്പോൾ മറ്റുള്ളവർ അതിനെ സ്വീകരിക്കണത് അത്ര ഉറപ്പോട് കൂടിയിട്ടാണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് അനുഭവമായിട്ട് തീരും. അപ്പോൾ അങ്ങനെ ഇതാ പറയണ ആ ഉറപ്പാണ് ഇവിടെയുള്ളത്. ഇവിടെ എങ്ങനെയാണ്? ഇവിടെ അഹംഭാവം കൊണ്ടാണ്. ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ ചെയ്തേനെ, ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറയണു. ഇന്ന് തന്നെതാ വാനരവർഗത്തെയും മനുഷ്യവർഗത്തെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞതാ അവരെ. അതൊക്കെ കേട്ടപ്പോൾ ആ രാവണൻ്റെ ആ മനോദുഃഖം അങ്ങനെ കുറഞ്ഞു. ഇനി രാവണനും കുംഭകർണനും തമ്മിലുള്ള സംവാദം, അത് കഴിഞ്ഞാൽ രാവണനും വിഭീഷണനും തമ്മിലുള്ള സംവാദം, അതും കൂടെ വായിച്ചിട്ട് നമുക്കിവിടെ സമർപ്പിക്കാം. ജാനകീ ജീവനസ്മരണം നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതാമഗ്രജൻ തന്നെ വണങ്ങിനാൻ. ഗാഠഗാഠം പുണർന്നുടമോദം നിജ പീഠമതിന്മേലിരുത്തീത ശസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോട് ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോട് ചൊല്ലിനാൻ. ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൽ മമാ ദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ. രാമൻ ഭവാനെ ക്ഷണം കണ്ടുകിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാനായി അയക്കിയില്ലെന്നുമേ. ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചു കൊള്ളുക രാമനെ നിത്യമായി. രാമൻ മനുഷ്യനല്ലേകസ്വരൂപനം ശ്രീമൻ മഹാവിഷ്ണു നാരായണൻ പരൻ സീതയാകുന്നതു ലക്ഷ്മി ഭഗവതി ജാതയായാൽ തവാനാശം വരുത്തുവാൻ മോഹേന നാദഭേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു. മീനങ്ങളെ രസത്തിങ്കൽ മോഹിച്ചു താനേ ബലീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ അഗ്നയായി മൃത്യു ഭവിക്കുന്നതിവണ്ണം ജാനകിയെ കണ്ടു മോഹിക്കുക കാരണം പ്രാണാവിനാശം ഭവാനും അകപ്പെടും. നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിയിൽ അറിഞ്ഞിരിക്കുന്നതെന്നാകിലും ചൊല്ലാമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ. ശാസനയാല മടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്ക് പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ. കാട്ടിയാതെല്ലാം അപനയം ചെയ്യതു നാട്ടിലുള്ളവർക്കും ആപത്തിനായി നിർണയം. ഞാനതിന്നിനി രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കുവാൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ. മാനസേ ഖേദമുണ്ടാകരുതെതുമേ. ദേഹത്തിനന്തരം വന്നുപോം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചു കൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്കു വശനം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൻ. ഇന്ദ്രിയാനിഗ്രഹമുള്ള പുരുഷന് വന്നുകൂടും നിജസൗഖ്യങ്ങളൊക്കെവേ. ഇന്ദ്രാരിയം കുംഭകർണനൊക്കെ കേട്ടളാവിന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ. മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ
ആശു വരുവാൻ അനുജ്ഞയെ ചെയ്കിലൻ ആശരാധീശ്വരനോട് ചൊല്ലിയിടിനാൻ. അന്നേരമാഗതനായ വിഭീഷണൻ തന്നെ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ. തന്നിരീകത്തിരുത്തി ദശാനനൻ തന്നവനോട് പദ്യം വിഭീഷണൻ. രാക്ഷസാധീശ്വരാവ വീര ദശാനന കേൾക്കണമെന്നുടെ വാക്കുകൾ ഇന്നു നീ നല്ലതു ചൊല്ലണം. എല്ലാവരും തനിക്കുള്ളവരോട് ചൊല്ലുള്ള ബുധജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതും എല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം. യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ചരാധിപ മത്തനോന്മത്തൻ പ്രഹസ്തൻ വിഘടനം സുപ്ത യജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജാമ്പുമാലി പ്രജങ്കനും കുംഭന്നൻ കമ്പനൻ വമ്പൻ മഹോദരനും മഹാഭാഷ്യനും കുംഭനും ത്രിശിരസ് അധികായനും ദേവാന്തകനും നരകാന്തകനും മറ്റു ദേവാരികൾ വജ്രദംഷ്ടീയതിവീരരും യൂപാക്ഷനും ശോണിതാക്ഷനും പിന്നെ വിരൂപാക്ഷനും ധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ ശങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിനുമാമല്ലവനോടെടോ നേരെ പൊരുതി ജയിപ്പതീനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ. ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിയുവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനല്ല അഗ്നിയുമല്ലവൻ വൈവസ്വതനും നിരുതിയുമല്ല കേൾ പാശിയുമല്ല ജഗത് പ്രാണനല്ല വിദ്വേഷനുമല്ലവൻ ഈശാനനുമല്ല വേദാവുമല്ല ഭുജംഗാധിപനുമല്ല ആദിത്യരുദ്രാവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ പരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥിതിലയാകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പിന്നെ പന്നിയായി മഞ്ഞിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ സംഹമാരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യാകശിപുവാം വീരനെ. ലോകൈക നായകൻ വാമനാമൂർത്തിയായി ലോകത്രയം ബലിയോട് വാങ്ങിയിടിനാൻ. കൊന്നാനിരൂപത്തോരു തുടരാമനായി മന്നവന്മാരെ അസുരാംശമാകയാൽ അന്നസുരരെയൊക്കെ ഒടുക്കുവാൻ മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ. ഇന്നു ദശരഥാപുത്രനായി വന്നിതു നിന്നെ എടുക്കുവാനെന്നറിഞ്ഞിടു നീ. സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. എങ്കിലെന്തിന്നു പറയുന്നിതെന്നൊരു ശങ്കയുണ്ടാകിൽ അതിന്നു ചൊല്ലിയിടുവൻ. സേവിപ്പവർക്ക് അഭയത്തെ കൊടുപ്പോരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ ഭുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ. ആശിതാവത്സലനം ഭുജാലോചനൻ ഈശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തന്തിരുവടീതൻ പദം നിത്യമായി സേവിച്ചു കൊൽകാമടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടുകൊടുത്തതു അംബുജത്തിൽ നമസ്കരിച്ചിടുക. മൈഥിലി ദേവിയെ കൊടുത്തു തൽപാദാംബുജത്തിൽ നമസ്കരിച്ചിടുക. കൈതൊഴുത സുരക്ഷിക്കണമെന്നു ചൊല്ലിയാൽ ചെയ്ത അപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും. കാടകം പുക്കപ നേരത്തിൽ അതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നെ യാഗരക്ഷാർത്ഥമായി നാശം സുബാഹുമുഖ്യന്മാർക്കു നൽകിനാൻ. തൃക്കാലടി വച്ചു കല്ലാമഹല്യയ്ക്ക് ദുഷ്കൃതമെല്ലാം ഒടുക്കിയാതോർക്ക നീ. ത്രയ്യംബകം വില്ലു ഖണ്ഡിച്ചു സീതയമ്മയൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ ഗുഢാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം. പിന്നെ വിരാധനെ കൊന്നു കളഞ്ഞതും പിന്നെ ഖരാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ഭാര്യയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ. അർണവൻ ചാടിക്കടന്ന വീടേക്ക് വന്ന അർണോജനേത്രയെ കണ്ടു പറഞ്ഞിടൻ വന്യയ്ക്കു ലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കത്തവ നന്നാഹന്ത തോന്നുന്നതിങ്ങനെ. നന്നല്ല സജ്ജനത്തോട് വൈരം വൃഥ തന്നങ്കി തന്നെ കൊടുക്കാമടിയാതെ നഷ്ടാമതികളായിടും അമാത്യന്മാർ ഇഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ.
കലാപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കലം കളയാതെ നൽക വൈദേഹിയെ. ദുർബലനായുള്ളവൻ പ്രബലൻ തന്നോടുൾപ്പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപ്പാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടുമരക്ഷണാൽ. ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കൽ ഇല്ലെന്നു നിർണയം. തന്നെ ദുർനയം കൊണ്ടുവരുന്നതിന്നു നാം ആളല്ല പോകുന്നതു കേട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കൾ. അന്നേരമോർത്താൽ ഫലമില്ല മന്നവ. രാമാശരാമേറ്റു മൃത്യു വരുന്നേരമാമയാമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു. ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടാൻ അർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മനസ്സേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതീനോർക്ക നീ. മുൻപിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം വൻപനോടേറ്റാൽ വരും ഫലമേവനും. ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം. പങ്കജാനേത്രനെ സേവിച്ചു വാഴുന്നു ശങ്കരനാദികള എന്നതും ഓർക്ക നീ. രാക്ഷസ രാജ ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോടു പിണങ്ങല്ല. കൊണ്ടൽ നേർവർണ്ണനു ജാനകീ ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്കണേ. സംശയാമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ. ഇത്തം വിഭീഷണൻ തന്നെ പിന്നെയും പദ്യമായുള്ളതു ചൊന്നതു കേട്ടൊരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോട് ചൊല്ലിയിടിനാൻ. ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന്ന ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം. ഇത്തരാമെന്നോടു ചൊല്ലുകില്ലാശു നീ വന്ധ്യാനാമെന്നാൽ അതിനില്ല സംശയം. നക്തഞ്ചരാധിപാനുത്തരം ചൊന്നളവോർത്താൻ വിഭീഷണൻ ഭാഗവതോത്തമൻ. മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളും ഏൽക്കയില്ലേതുമേ പോരുമവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം. ശ്രീരാമദേവപാദാംഭോജാമെനിക്ക മറ്റാരും ശരണാമെനിക്കില്ല കേവലം. ചെന്നു തൃക്കാക്ക വീണന്തികെ സന്തതം നിന്നു സേവിച്ചു കൊള്ളുവൻ ജന്മമുള്ള നാൾ. സത്വരന്നാലമാത്യന്മാരുമായി യുദ്ധം നിരൂപിച്ചു പുറപ്പെട്ടു ധാരാധനാലയമിത്ര ഭൃത്യൗഖവും ദൂരെ പരിത്യജ്യ രാമപാദാംബുജം മാനസത്തിങ്കാലറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രചന്ദൻ പദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ. അന്നേരം ആപത്തെനിക്കു വരുത്തുന്നതും ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും ആമയാമിങ്ങതീനില്ലെന്നു നിർണയം പോകായിലോ മമാചന്ദ്രഹാസത്തിന് ഏകാന്ത ഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ. എന്നുടേ ദാതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പനാവതല്ലേ ആവതെല്ലാമതു സൗഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാകളത്രാദികളോടും അത്ര സുഖിച്ചു സുചിരം വസിക്കനീ. മൂലാവിനാശം നിനക്കു വരുത്തുവൻ കാലൻ ദശരഥ മന്ദിരേ രാമനായി ജാതനായ അഞ്ജനകാലയും സീതാഭിധാനേന ജാതയാടിയിടിനാൽ ഭൂമിഭാരം കളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിങ്ങു വന്നാലിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തിക അങ്ങു ഭവാനുള്ളിലേൽക്കുന്നിതു പ്രഭോ. രാവണൻ തന്നെ വധിപ്പാനവാനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം. പിന്നെ അതിനന്യഥാത്വം ഭവിക്കുമോ? ആശരാവംശാവിനാശം വരും മുമ്പേ ദാശരഥിയെ ശരണം ഗതോസ്മി ഞാൻ ജാനകി ജീവനസ്മരണം.
വിഭീഷണൻ്റെ ശരണപ്രാപ്തിയാണ് ഇനിയുള്ളത്. എത്ര സമയം ഇത്രയായി അതുകൂടെ വായിച്ചിട്ട് പറയാം. രാവണൻ തന്നിയോഗേന വിഭീഷണൻ ദേവദേവേശപാദാബ്ജ സേവാർത്ഥമായി ശോകം വിനാ നാലമാത്യരുമായുടാൻ ആകാശമാർഗേ ഗമിച്ചാനതിദ്രുതം ശ്രീരാമദേവാനിരുന്നരുളുന്നതിന്നരെ മുകളിൽ നിന്നുച്ചസ്ഥരാമവൻ വ്യക്തവർണ്ണേന ചൊല്ലിയിടിനാൻ എത്രയും ഭക്താവിനയ വിശുദ്ധാമതിസ്ഫുടം. രാമാരമാരമണ ത്രിലോകീപദേ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുകുന്ദ ജയ ജയ രാജാശിഖാമണി സീതാപദേ ജയ. രാവണൻ തന്നെ സോദരൻ ഞന്തവ സേവാർത്ഥമായി വിടാകൊണ്ടെന്തയാനിതേ ആംന്യായമൂർത്തേ രഘുപദേ ശ്രീപദേ സാമ്നാ വിഭീഷണൻ തൽ ഭക്തസേവകൻ ദേവിയെ കട്ടത് അനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയൻ. ദേവിയെ ശ്രീരാമനായിക്കൊണ്ടു നൽകുകെന്നാവോളമേറ്റം പറഞ്ഞൻ പലാതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചതജ്ഞാനിയാകയാലേറ്റതുമില്ലമേ പദ്യമായുള്ളതു ചൊല്ലിയതേറ്റാം അപദ്യമായി വന്നീതവന്നു വിധിവശാൽ വാളവുമായി എന്നെ വധിപ്പാനടുത്തിതു കാളാംബുജക വേഗേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞിങ്ങിഹ നാലമാത്യന്മാരുമായി വിടകൊണ്ടേനൊരാലംബനം മറ്റെനിക്കില്ല ദൈവമേ. ജന്മമരണമോക്ഷാർത്ഥം ഭവച്ചരണാംബുജം മേ ശരണം കരുണാംബുദേ. വിഭീഷണം വാക്കുകൾ കേട്ടള ഉത്ഥായ സുഗ്രീവനും പറഞ്ഞിടിനൻ വിശ്വേശരാക്ഷസൻ മായാവിയത്രയും വിശ്വാസയോഗ്യനല്ല എന്നതു നിർണയം. പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധാവാണിയായി വന്നാനമത്യരും മായാവിശാരദന്മാരെന്നു നിർണയം. ചിത്രം കുറഞ്ഞൊന്നു കൺകിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ യോഗിക്ക കവികളെ ഹന്തവ്യനിവനില്ലൊരു സംശയം. ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ ഉത്തമമാകുമെന്നതോർക്കേണമേ. ചിന്തിച്ചു കണ്ടിനി നിന്തിരുവള്ളത്തിലെന്തോന്ന് ഭീമതാമെന്നരുൾ ചെയ്യണം. മറ്റുള്ള വാനരാവീരരും ചിന്തിച്ചു കുറ്റം വരായ്വാൻ പറഞ്ഞാൻ പലേതരം. അന്നേരമുദ്ധായ വന്ദിച്ചു മാരുതി ചെന്നാൻ വിഭീഷണനുത്തമാനത്രയും വന്നു ശരണം ഗമിച്ചവൻ തന്നെ നമ്മെ നന്നു രക്ഷിക്കുന്നത് അതെന്നുടെ മതം. നക്തഞ്ചരന്വയത്തിങ്കൽ ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാം എല്ലാവരും നിരൂപിച്ചു കൊള്ളേണമേ. ജാതീനാമാദികൾക്കല്ല ഗുണഗണ ഭേദമെന്നത്രേ ബുധന്മാരുടെ മതം. ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതാഭൂ രക്ഷണമെന്നു ശാസ്ത്രോക്തിയും ഇത്തം പലരും പലാവിധം ചൊന്നവാജിത്തെ നിരൂപിച്ചു ധരിച്ചു അരുൾ ചെയ്തു രഘുപതി. മാരുതി ചൊന്നാതു പന്നമെത്രയും വീരാ വിഭാഗരാ പുത്രാവരികടോ ഞാൻ പറയുന്നതു കൽപ്പിനെല്ലാകരും ജാമ്പവാദിക നീതിജ്ഞവരന്മാരെ ഉർവീശനായാലവനാശ്രിതന്മാരെ സർവേശ രക്ഷേശ ശുനഭ ശോഭജനാമപി രക്ഷിയാലവൻ ബ്രഹ്മ കേവലം രക്ഷിതാവേ അശ്വമേധം ചെയ്ത പുണ്യവൻ എന്നു ചൊല്ലുന്നു വേദശാസ്ത്രങ്ങളിൽ. പുണ്യപാപങ്ങൾ അറിയരുതേതുമേ മുന്നാമൊരു കബോധം നിജ പേടയാലോ ഒന്നിച്ചൊരു വനം തന്നിൽ വീടിനൻ ഉന്നതമായൊരു പാദഭാഗ്രേകത ചെന്നൊരു കാട്ടാളനെയ്തു കൊന്നിടുവാൻ തന്നെ പക്ഷിണിയെ സുരതാന്തരെ വന്നൊരു ദുഃഖം പുറഞ്ഞു കരഞ്ഞവൻ
തന്നെ മറന്നിരുന്നിടുന്ന ശാന്തദേവൻ ഇതു കാറ്റും മഴയും ദിനേശനും ചെന്നു ജലമാബ്ദി തന്നിൽ മറഞ്ഞിതു ഖിന്നനായി വന്നു ചെന്നു കിരാതനും താനിരിക്കുന്ന വൃക്ഷത്തിൻ മുരടതിൽ ദീനയോട് നിൽക്കുന്ന കാട്ടാളനെ കണ്ടു കരുണ കലർന്നു കബോധവും കൊണ്ടുവന്നാശു കൊടുത്തിതു അഗ്നിയും തന്നോടെ കയ്യിലേ ഇരിക്കുന്ന കപോതിയെ വനിയിട്ട് ചുട്ടാശു തിന്നിടിനാൻ എന്നതുകൊണ്ടു വിശപ്പടങ്ങിയിടഞ്ഞു പിന്നെയും പേടിച്ചിരിക്കും കിരാതനും തന്നെ ദേഹവും നൽകിനാനൻപൊടു വനിയിൽ വീണു കിരാതാശ്വനാർത്ഥമായി അത്ര പോലും വേണം അസിതാരക്ഷണം മർത്യനെന്നാലോ പറയേണ്ടതില്ലല്ലോ എന്നെ ശരണമെന്നോർത്ത് എന്നും അഭയം കൊടുക്കുമതേയുള്ളൂ പിന്നെ വിശേഷിച്ചും ഒന്നു കേട്ടിടുവിൻ എന്നെ ചതിപ്പതിന്നാരുമില്ലെങ്ങുമേ ലോകപാലന്മാരെയും മറ്റു കാണായ ലോകങ്ങളെയും നിമേഷമാത്രം കൊണ്ടു സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടുവാൻ ഒട്ടുമേതണ്ടാം എനിക്കില്ല നിശ്ചയം പിന്നെ ഞാൻ ആരെ ഭയപ്പെടുത്തുന്നു മുതാ വന്നിടുവാൻ ചൊല്ലുവാൻ മടിയാതെ വെഗ്രിയാതെ ഇതു ചൊല്ലി മാനസേ സുഗ്രീവ നീ ചെന്നവനെ വരുത്തുക എന്നെ ശരണം ഗമിക്കുന്നവർക്കു ഞാനെന്നും ഭയം കൊടുക്കും അതിദ്രുതം പിന്നെ അവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാ ന്യൂനമെന്നും അറിയുക നീ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരാവീരൻ വിഭീഷണൻ തന്നെ വരുത്തിനൻ ശ്രീരാമപാദാന്തികേ വീണു സാഷ്ടാംഗമാരൂഢമോദം നമസ്കരിച്ചിടിനൻ രമൻ വിശാലാക്ഷമിന്ദീവരദള ശ്യാമളം കോമളം ബാണാധനുധനുർധരം സോമബിംബാപസന്നാമുഖംഭുജം കാമദം കാമോപമം കമലാവരം കാന്തം കരുണാകരം കമലേക്ഷണം ശാന്തം ശരണ്യം വരണ്യം വരപ്രദം ലക്ഷ്മണാസംയുതം സുഗ്രീവമാരുതി മുഖ്യാകപികുലാസേവിതം രാഘവം കണ്ടുകൂപ്പിത്തൊഴുതേറ്റം വിനീതനായുണ്ടായ സന്തോഷമോടും വിഭീഷണൻ ഭക്തപ്രിയനായ ലോകൈകനാഥനെ ഭക്തിപരവശനായി സ്തുതിച്ചിടിനാൻ ജാനകീ ജീവനസ്മരണം. അങ്ങനെ അവിടെ ഓരോരുത്തരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുംഭകർണൻ ഉറക്കമെഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ കുംഭകർണനോട് കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ കുംഭകർണൻ പറഞ്ഞു, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നേക്കാളും കൂടുതൽ ദേവത്വം കിട്ടുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പം നീ ചെയ്ത പ്രവൃത്തിയൊക്കെ ജീവഹാനി ഉണ്ടാക്കേണ്ടതാണ്. രാമൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല. ജീവിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ രാമനെ ചെന്നിട്ട് സേവിക്കുക വേണ്ടത്, രാമൻ മനുഷ്യനല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയണു. ഓരോന്നും നശിക്കാൻ കാരണം സീതാദേവിയെ നിന്നെ നശിക്കാൻ, നിന്റെ നാശത്തിന് കാരണമാണ് സീത. വാദ്യോപകരണങ്ങളുടെ ചില ശബ്ദങ്ങൾ കേട്ടിട്ട് മോഹം പൂണ്ടിട്ട് മാനുകൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ മാനുകൾ അങ്ങനെ അത് കേട്ട് കാതോർത്ത് നിൽക്കും. അപ്പോൾ അവരെ അമ്പ ചെയ്തിട്ട് വധിക്കും. അങ്ങനെയാണ് ചെയ്യുക. അതുപോലെയാണ് നീ ഓരോന്നിലും മോഹം പൂണ്ടിട്ട് നിനക്ക് അപകടം പറ്റിയാണ്. ചൂണ്ട വിഴുങ്ങി മത്സ്യം മരിക്കുന്നു. അതുപോലെ അഗ്നി കണ്ടിട്ട് അതിൽ മോഹിച്ചിട്ട് ശലഭങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തന്നിട്ട് അവർ മരിക്കണ പോലെയാണ്. അപ്പം അതുകൊണ്ട് നിൻ്റെ മനസ്സതിൽ മുഴുകി പോവുകയാണ്. പൂർവ്വജന്മകൃതമായിട്ടുള്ള വാസനയാണ് അതിന് കാരണം. അതിനെ മാറ്റാൻ ആർക്കും കഴിയില്ല. അപ്പോൾ ദിവ്യന്മാർക്ക് പോലും ജന്മവാസനകളെ മാറ്റാൻ കഴിയില്ല എന്ന് നിൽക്കുമ്പോൾ അറിവില്ലാത്തവരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ശാസിച്ചത് കൊണ്ടൊന്നും അടങ്ങില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം നിൻ്റെ പ്രവർത്തികളൊക്കെ നാട്ടുകാർക്കും കൂടി അപകടത്തിന് കാരണമാവും. അതുകൊണ്ട് രാമനെയും വാനരന്മാരെയൊക്കെ നശിപ്പിക്കാനായിട്ട് നിനക്ക് സാധിക്കില്ല. എങ്കിലും ഈ രാവണൻ പറഞ്ഞാൽ അടങ്ങില്ല എന്നുള്ളത് കൊണ്ട് പറഞ്ഞു, നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ ഞാൻ നിനക്ക് ഹിതം ചെയ്യാം. നിനക്ക് വനരന്മാരെ നശിപ്പിക്കാൻ ഞാനും നിൻ്റെ കൂടെ ഉണ്ടാവാം. എന്നിട്ട് നിനക്ക് എല്ലാവരെയും നശിപ്പിച്ച് രാമനെയൊക്കെ വധിക്കാൻ നിനക്ക് സാധിച്ചു എന്ന് വെച്ചാൽ സീതയുടെ ഒക്കെ കൂടി ഇരുന്നിട്ട് സന്തോഷമായിട്ട് ജീവിച്ചോളൂ. അതിനു മുമ്പ് എന്തായാലും ദേഹനാശം വരണതിന് മുമ്പ് ആഗ്രഹമൊക്കെ സാധിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുംഭകർണൻ അങ്ങനെ പറയണ കേട്ടു. അപ്പോൾ ആ സമയത്ത് കുംഭകർണൻ്റെ വാക്കുകളൊക്കെ സന്തോഷമായി. ആദ്യം അങ്ങനെ പറഞ്ഞു വെച്ചാൽ അവസാനം പറഞ്ഞത് ഹിതമായിട്ടാണല്ലോ. അപ്പോൾ ആ സമയത്താണ് വിഭീഷണൻ വരണത്. വിഭീഷണൻ പറഞ്ഞു, ഇങ്ങനെ ആരാണ് ഇങ്ങനെയൊക്കെ അഭിപ്രായം കേൾക്കണം, പേര് കേട്ട ആൾക്കാരൊക്കെ
നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. ശരിക്കും ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. അവർക്ക് മരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. രാമനോട് യുദ്ധം ചെയ്യാൻ ആരുമില്ല. ഈ കണ്ട കുറേ അവിടെയുള്ള എല്ലാ രാക്ഷസന്മാരുടെയും പേരുകൾ, വലിയ വലിയ രാക്ഷസന്മാരുടെയൊക്കെ ശക്തിമാന്മാരുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു ഇവരൊക്കെ ഒന്നും ശ്രീരാമനെ ജയിക്കാൻ പറ്റില്ല. ശ്രീരാമൻ സാക്ഷാൽ ശ്രീമൻ നാരായണനാണ്. അപ്പം അതുകൊണ്ട് ആർക്കും പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. പിന്നെ പറഞ്ഞു മഹാവിഷ്ണു ഒരിക്കൽ പന്നിയായി വന്നിട്ട് ഹിരണ്യാക്ഷനെ വധിച്ചു. പിന്നെ നരസിംഹമായിട്ട് വന്നിട്ട് ഹിരണ്യകശിപുവിനെ വധിച്ചു. പിന്നീട് വാമനനായിട്ട് വന്നിട്ട് 3 ലോകങ്ങളും മഹാബലിയുടെ നിന്ന് പിടിച്ചു വാങ്ങി. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഭൂമിയിൽ രാമനായിട്ട് വന്നിട്ട് രാജാക്കന്മാരൊക്കെ പരശുരാമൻ വന്നിട്ട് 21 തവണ വധിച്ചു. അങ്ങനെ എപ്പോഴും അസുര അംശജാതരായിട്ടുള്ള അസുരന്മാർ രാജാക്കന്മാരായിട്ട് രാജ്യം ദോഷത്തിൽ, അതായത് ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന രീതിയിൽ രാജ്യം ഭരിക്കാൻ തുടങ്ങിയപ്പോൾ അങ്ങനെയുള്ള അസുരന്മാരുടെ ആ ജന്മത്തിൽ നിന്ന് ജനിച്ച ക്ഷത്രിയരെ മുഴുവനും 21 വട്ടം വധിച്ചു. അപ്പം അതുപോലെ എപ്പോഴൊക്കെയാണോ ഈ ഭൂമിയിൽ അസുരന്മാരുടെ ആ പ്രഭാവം കൊണ്ടപ്പോൾ അവരെ വധിക്കാനായിട്ട് ഭഗവാൻ വരും. അങ്ങനെ ഭഗവാൻ ശ്രീരാമനായിട്ട് വന്നത് നിന്നെ വധിക്കാനാണ്. അപ്പോൾ അങ്ങനെ വധിക്കാനാണ് വന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ അത് നടക്കില്ലേ, ആ വധം നടക്കില്ലേ? അപ്പോൾ പിന്നെന്താ കാര്യം? അപ്പോൾ പിന്നെ എന്തിനാ അങ്ങനെ ഒരു സംശയം എല്ലാവരും ഉണ്ടല്ലോ. എനിക്കിത് വിധി അനുഭവിക്കാണ്ട് പറ്റുമോ എന്ന് പറയണവരുണ്ട്. പക്ഷെ ആ വിധി നമ്മളെ ബാധിക്കാണ്ട് പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ സേവിക്കുന്നവർക്ക് അഭയം നൽകണവരാണ് ഭഗവാൻ. ഭക്തപ്രിയനാണ്, ആശ്രിതവത്സലനാണ്. അപ്പം അതുകൊണ്ട് മോക്ഷവും നൽകണ ആളാണ്. ഭഗവാന്റെ പാദകമലങ്ങളെ ഭക്തിപൂർവ്വം നിത്യവും മുടങ്ങാതെ സേവിച്ചാൽ സീതാദേവിയെ തിരിച്ചു കൊടുത്തിട്ട് ആശ്രയിച്ചു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കും എന്നുള്ളത് പറയണു. കാരണം നമ്മളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ വയറുവേദനക്കാരൻ്റെ കഥ പറഞ്ഞ 3 ജന്മത്തെ വയറുവേദന പിന്നീട് അദ്ദേഹം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നിന്ന് ഉറക്കെ നാമം ജപിച്ച് വീണ് കരഞ്ഞ് നമസ്കരിക്കണ കാണുമ്പോൾ വില്യമംഗലം സ്വാമിയാർ കാണുകയാണ്. പാവം വേദന സഹിക്കാണ്ട് കരയാവുന്ന വിചാരിച്ച് ഓടി ചെന്നപ്പോഴേക്കും വേഗം വില്യമംഗലം സ്വാമിയാരെ നമസ്കരിച്ചിട്ട് പറഞ്ഞു എൻ്റെ വയറുവേദന മാറി എന്ന് പറഞ്ഞപ്പോൾ അത്ഭുതത്തോടു കൂടി നോക്കി. കൃഷ്ണൻ മാറില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ മാറി എങ്ങനെയാണ് എന്നിട്ട് നോക്കി പറഞ്ഞു ഞാൻ കുറവരമ്മയുടെ അടുത്ത് ചെന്നു ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വില്യമംഗലം സ്വാമിയാർക്ക് ഗുരുവായൂരപ്പനോടൊരു പരിഭവമായി. കാരണം എന്താ വെച്ചാൽ മാറില്ല എന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചില്ലേ, ഞാനിപ്പോൾ കളവ് പറഞ്ഞവനായില്ലേ എന്നുള്ളത്. പിന്നെ പിന്നത്തെ ദിവസം പ്രസന്ന പൂജയ്ക്കൊക്കെ വിളിക്കുമ്പോൾ ഭഗവാൻ വന്നിരുന്നിട്ട് ഒരു പരിഭവം സ്വാമിയാരുടെ മുഖത്ത്. അപ്പോൾ ചോദിക്കുക എന്താ ഒരു പരിഭവം എന്ന് ചോദിക്കുമ്പോൾ എന്നാലും എന്നെ ഇങ്ങനെ കളവ് പറയണാക്കിയില്ലേ, ഞാനൊരു അത്ര കളവ് പറയേണ്ടി വന്നില്ലേ. കളവോ എന്ത് കളവാ പറഞ്ഞല്ല, വയറുവേദനക്കാരൻ്റെ വയറുവേദന 3 ജന്മം മാറില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞു എന്നോട് വയറുവേദന മാറ്റി കൊടുക്കുമെന്നല്ലല്ലോ ചോദിച്ചത്, ഈ കർമ്മപ്രാരാബ്ധം എത്ര കാലം അനുഭവിക്കണം എന്നല്ലേ ചോദിച്ചുള്ളൂ. അതിൻ്റെ കാലാവധി 3 ജന്മം തന്നെയാണ്. പിന്നെ എന്തേ അതിപ്പോൾ മാറ്റിക്കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അതിപ്പോൾ എന്നിലുള്ള ഉറപ്പ് കുറൂരമ്മയുടെ വാക്ക്, എന്നിൽ അത്രയും ഉറയ്ക്കണ കുറൂരമ്മയുടെ വാക്ക് സത്യമാക്കാണ്ടിരിക്കാൻ പറ്റും. എൻ്റെ വാക്ക് ഞാൻ വേണമെങ്കിൽ അസത്യമാക്കും. ആയുധം എടുക്കില്ല, യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിലുള്ള വലിയ കുരുക്ഷേത്ര യുദ്ധത്തിൽ ആയുധം എടുക്കില്ല എന്ന് പറഞ്ഞു. ആയുധം എടുപ്പിക്കുന്ന ഭീഷ്മർ സത്യം എടുത്തപ്പോൾ ആ ഭീഷ്മർക്ക് വേണ്ടിയിട്ട് ആയുധം കയ്യിലെടുത്ത ആളാണ് ഗുരുവായൂരപ്പൻ. കാരണം ഭീഷ്മരുടെ വാക്കിനെ സത്യമാക്കാൻ, ഭക്തൻ്റെ വാക്കിനെ സത്യമാക്കാൻ എപ്പോഴും ഓടിച്ചെല്ലും ഭഗവാൻ. അതുപോലെ കുറൂരമ്മയുടെ വാക്ക് സത്യമാക്കാണ്ടിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്കത് ആ വയറുവേദന മാറ്റിക്കൊടുക്കാണ്ടിരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അത്രയും കാരുണ്യമാണ് ഭഗവാന്. അപ്പോൾ ആ ഭഗവാനെ ആശ്രയിച്ചാൽ നമ്മുടെ എത്ര ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ദുരിതങ്ങളുണ്ടെങ്കിലും അത് മാറിപ്പോവും. നമ്മുടെ എല്ലാം മാറ്റി മറിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ആശ്രയിച്ചോളൂ എന്ന് പറയണു. പിന്നെ പറഞ്ഞു ആദ്യം തന്നെ യാഗരക്ഷയ്ക്ക് വന്ന് താടകയെ വധിച്ചതും സുബാഹുക്കളെ വധിച്ചത് അഹല്യയുടെ മോക്ഷം കൊടുത്തതായിട്ടുള്ള കഥകൾ എല്ലാം വിശദമായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ സേവിക്കുകയാണ് വേണ്ടത്. കടൽ ചാടി കടന്നിട്ട് ശ്രീരാമദൂതനായിട്ടുള്ളൊരു ഹനുമാൻ ആ കടൽ ചാടി കടന്ന് ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു എന്നുണ്ടെങ്കിൽ ആ ശ്രീരാമൻ്റെ ശക്തി പിന്നെ പറയണോ? അപ്പോൾ ബുദ്ധിഹീനന്മാരായവരുടെ വാക്കല്ല കേൾക്കേണ്ടത്, ബുദ്ധിപൂർവ്വം ചിന്തിച്ചിട്ട് തീരുമാനിക്കൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ എന്താ ഉണ്ടായത്? ദേഷ്യമാണ് ഉണ്ടായത്.
രാവണന് ദേഷ്യത്തോട് കൂടിയിട്ട് പറയണം, ഇവിടെ ശത്രുക്കളെന്ന് പറഞ്ഞാലേ ശരിക്കുള്ള ശത്രുക്കൾ രാമനൊന്നുമല്ല എൻ്റെ ശത്രു, ഈ വിഭീഷണനാണെന്നാണ് പറയണത്. അങ്ങനെ എൻ്റെ സഹോദരനാണ്, മിത്രഭാവത്തോടു കൂടി വന്നിട്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓരോ വഴിയാണ് എന്നെല്ലാം പറഞ്ഞ് ആ വിഭീഷണനെ വധിക്കാനായിട്ട് ചന്ദ്രഹാസം കൊണ്ട് വെട്ടും എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വിഭീഷണൻ അവിടുന്ന് ആ ശ്രീരാമപാദങ്ങളെ ആശ്രയിക്കാനായിട്ട് 4 പേരോട് കൂടിയിട്ട് ആ ശ്രീരാമൻ്റെ അടുത്ത് ചെന്നു. അങ്ങനെ ആ ശ്രീരാമനോട് പറഞ്ഞു, ഇങ്ങനെ ആ സീതയെ മടക്കി കൊടുത്ത് രാമൻ്റെ പാദങ്ങളെ ആശ്രയിക്കാൻ പറഞ്ഞപ്പോൾ എന്നെ വധിക്കാൻ വന്നു. അതുകൊണ്ട് ഞാൻ അങ്ങയെ ആശ്രയിക്കാനായിട്ട് വരികയാണ്, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ സുഗ്രീവൻ പറഞ്ഞു, അരുത്, രാക്ഷസ വീരന്മാരൊക്കെ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്, പ്രത്യേകിച്ച് എന്താ ചെയ്ത് രാവണൻ്റെ അനുജനാണ്. അപ്പോൾ അതുകൊണ്ട് പരാക്രമശാലിയാണ്. 4 മന്ത്രിമാരിതാ കൂടെയുള്ളവരുണ്ട്, അവരൊക്കെ കൂടിയിട്ട് രാത്രിയൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ തക്കം പാർത്ത് നമ്മളെയൊക്കെ കൊല്ലാൻ വേണ്ടി സൂത്രം പ്രയോഗിക്കേണ്ടാവും. അതുകൊണ്ട് അവരെ വിശ്വസിക്കരുത്, അവരെ വധിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഹനുമാൻ സ്വാമി എഴുന്നേറ്റെന്ന് പറയും, അരുത്, ആശ്രയിച്ചവരെ വധിക്കുക എന്നുള്ളതല്ല ഇത്, അവരെ നമ്മളെ രക്ഷിക്കണം എന്നാണ് അത് രാക്ഷസവർഗത്തിൽ ജനിച്ചവരായാലും വേണ്ടില്ല, ശത്രുക്കളായാലും വേണ്ടില്ല, ആശ്രയിച്ചാൽ രക്ഷിക്കണം എന്നുള്ളത് പറയണു. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭു പറയണു, എല്ലാവരോടും പറഞ്ഞു, രാജാവായാൽ ആശ്രയം തേടി വരുന്നത് ഒരു നായി ആയിക്കോട്ടെ, ഒരു ചണ്ടാളനായിക്കോട്ടെ, ആരെ വേണമെങ്കിലും രക്ഷിക്കണം എന്നുള്ളത് പറയുകയാണ്. അത് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കഥയിൽ, രാമായണങ്ങൾ പല കഥകളുണ്ട് കേട്ടോ, അതിലൊരു കഥയിൽ പറയുന്നുണ്ട്, അവിടെ ആ അയോധ്യയുടെ മുന്നിൽ വലിയൊരു മണി കെട്ടി തൂക്കിയിട്ടുണ്ട് അത്രേ. ആ മണി കെട്ടി തൂക്കിയതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ ഈ മണി അടിച്ചാൽ എല്ലാവരും വന്ന് അതെന്താ ആരാന്ന് അന്വേഷിച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് ആ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കും. ഒരിക്കലും മണി ഇങ്ങനെ അടിക്കാനായിട്ട് ചെന്ന് നോക്കിയപ്പോൾ ഒരു നായയാണ് ആ മണിയുടെ വള്ളിമ പിടിച്ച് അടിക്കണത്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ഈ പക്ഷിമൃഗാദികളോടൊക്കെ സംസാരിക്കാനുള്ള ഒരു വിദ്യയൊക്കെ ഉണ്ട്. നായയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ നായ പറഞ്ഞു, ഞാനിതാ എല്ലാവരും എന്നെ കല്ലെടുത്ത് വീക്കുകയാണ്, ആരും എനിക്ക് ഭക്ഷണം തരണില്ല, ഞാനാകെ വേദന കൊണ്ട് പൊളയണു, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്നെ ഇങ്ങനെ അത് കേട്ടിട്ട് ആ നായയെ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ആരാണോ അഭയം ചെയ്യണത്, ചണ്ടാളനായാലും വേണ്ടില്ല, നായി ആയാലും വേണ്ടി, എല്ലാവരെയും രക്ഷിക്കണം. അത് രക്ഷിക്കാണ്ടിരിക്കണവരാരാണ്, ബ്രഹ്മഹത്യാപാപിയായിട്ട് തീരും. കാരണം ആശ്രയിക്കണവരെ രക്ഷിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ, ആ രക്ഷിച്ചും ചിലോ നമ്മളെ ആശ്രയിക്കണവരെ രക്ഷിച്ചാൽ അശ്വമേധം നൽകി യാഗം ചെയ്ത പുണ്യം വന്ന് ലഭിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രാവിൻ്റെ കഥ പറയുന്നു. പണ്ടൊരു പ്രാവ് 2 ഇണപ്രാവുകൾ ഇങ്ങനെ ഇരുന്ന് അവർ ആ പ്രേമസല്ലാപം നടത്തുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വേടൻ വന്നിട്ട് അതിൽ ഇണയായിട്ടുള്ള ആ പെൺപ്രാവിനെ അമ്പ ചെയ്ത് വീഴ്ത്തി കൊന്നു. അങ്ങനെ ഈ ആൺപക്ഷി ഇരുന്ന് കരയാൻ തുടങ്ങി. എന്നിട്ട് ആ മരിച്ച് വീണ ആ പ്രാവിനെ എടുത്തിട്ട് വേടൻ പോകാൻ നോക്കിയപ്പോഴേക്കും കാറ്റും മഴയൊക്കെ വന്നിട്ട് വേടന് പോകാൻ പറ്റിയില്ല. വലിയ മരത്തിൻ്റെ ചോട്ടിൽ അഭയമായിട്ട് അവിടെ നിന്നു. അപ്പോഴേക്കും രാത്രിയായി, തിരിച്ചു പോകാൻ പറ്റാണ്ടായി. ഈ വേടനാണെങ്കിൽ വിശന്നിട്ട് വയ്യാന്ന്. അപ്പോൾ വേടൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ആ മരത്തിൽ ഇരുന്നിരുന്ന ഈ ആൺപക്ഷിക്ക് വിഷമം തോന്നി. ആൺപക്ഷി എവിടെയോ പോയി വന്നിട്ട് തീയ് എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു അത്രേ. അപ്പോൾ അങ്ങനെ ആ തീയ് തീയിട്ടിട്ട് ഈ പക്ഷിയെ അതിലിട്ടിട്ട് ചുട്ട് കഴിച്ചു. എന്നിട്ട് അതിന് ആ വിശപ്പ് മാറിയില്ല. അപ്പോൾ സ്വയം പോയിട്ട് ആ തീ അഗ്നിയിൽ വീണിട്ട് സ്വയം പോയിട്ട് മരിച്ചിട്ട് ഭക്ഷണമായിട്ട് നൽകി. അങ്ങനെ പക്ഷികൾ പോലും അങ്ങനെ ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ്റെ കാര്യം പറയണോ? അതുകൊണ്ട് വിളിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു, സ്വീകരിച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്നിട്ട് ആ വിഭീഷണൻ ആ ശ്രീരാമസന്നിധിയിലെത്തിയിട്ട് സ്തുതിക്കുന്ന ഭാഗങ്ങൾ അടുത്ത ദിവസം നമുക്ക് പാരായണം ചെയ്യാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാം ഭഗവാന്റെ ഇപ്പോൾ ഇവിടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നുവല്ലേ. നമ്മളുടെ ഒരു കാര്യം നമ്മളോട് സത്തുക്കളായിട്ടുള്ളവർ വന്ന് നമ്മളോട് പറയുമ്പോൾ നമുക്ക് ഹിതമായിട്ടുള്ള പറയുന്നത്. പ്രിയം പറഞ്ഞിട്ട് കാര്യമില്ല, പ്രിയം പറയണവരുടെ വാക്ക് കേൾക്കരുത്. പ്രിയം പറയാൻ ചെന്താ നമ്മളെ സേവ കൂടിയിട്ട് പറയും, അത് ചിലപ്പോൾ ദോഷത്തിനായിട്ട് വരും. ഹിതം നമുക്ക് ഹിതായത് ഒരു പക്ഷേ വായിക്കാൻ വിട്ടുപോയിണ്ടോ?
ഞാൻ വിചാരിച്ചു ഞാനെങ്ങനെ വല്ല പേജും വിട്ടുവന്നു. അപ്പോൾ ഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നവരെയാണ്, അവരെയാണ് നമ്മൾ കൂടെ നിർത്തേണ്ടത്. മറ്റവരൊക്കെ നമുക്ക് ദോഷത്തിനാവുകയുള്ളൂ. അപ്പം അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്തുകൊണ്ട് ഇപ്പം അതൊന്നും ചെയ്യണോണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളോട് പലരും, കാരണം ഈ നമ്മുടെ ആ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും നമ്മുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പലതും ചെയ്യുമ്പോൾ അതൊക്കെ തെറ്റായിട്ട് വരും. അത് ചെയ്യരുത്, തെറ്റാണ് എന്ന് ആര് പറയണോ അവരാണ് നമ്മുടെ യഥാർത്ഥ മിത്രങ്ങൾ. അതുപോലെ നമ്മളിത് ആശ്രയിച്ചവരെ കൈവിടരുത്. അതുപോലെ ഈശ്വര നിന്ദ ചെയ്യരുത്, ഈശ്വരനെ മറന്ന് ജീവിക്കരുത് എന്നുള്ള പല കാര്യങ്ങളും ഇന്നത്തെ ആ പാരായണത്തിലൂടെ നമ്മളെ ഭഗവാൻ ബോധിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഓരോ ദിവസവും വേണ്ടതുപോലെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ അക്ഷരപ്പൂക്കളും ഭഗവാന്റെ പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് വീണ് നമസ്കരിക്കുന്നു. എല്ലാവരുടെയും ഉള്ളിൽ ഇന്നലെ പറഞ്ഞ പോലെ സ്നേഹമായിട്ട് ഈശ്വരൻ നിറയാനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർപ്പൂരം കത്തിച്ച് നമുക്ക് നാമം ജപിച്ച് കർപ്പൂരം കത്തിച്ച് ഇതൊക്കെ സമർപ്പിക്കാം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ശ്രീഹരയേ നമഃ ശ്രീഹരയേ നമഃ ഹരേ ഗുരുവായൂരപ്പ ശരണം ഹരേ ഗുരുവായൂരപ്പ ശരണം മുല്ലോർലിത്തേവരേ ശരണം മുല്ലോർലിത്തേവരേ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം സർവേശ്വര മംഗലത്തപ്പ ശരണം തലയാക്കുളത്തമ്മേ ശരണം തലയാക്കുളത്തമ്മേ ശരണം നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ജാനകീ ജീവനസ്മരണം ജയ ജയ രാമ രാമ ഹര നമ പാർവതീപതയേ ഹര ഹര ദേവ ആഞ്ജനേയ സ്വാമിക്ക് ജയ കൈതൊഴാം പരമേശ നീരാസമണ്ഡലവാസിനി രാസേശ്വരി നമിക്കുന്നേ കൃഷ്ണ പ്രാണാധിക പ്രിയേ പ്രസാദിക്കുക ഭൂലോകമാതാവേ കരുണാർണവേ ബ്രഹ്മവിഷ്ണു ശിവാദ്യന്മാർ തൊഴുങ്കാത്താരിഴും ശുഭേ തൊഴാം സരസ്വതീ രൂപേ തൊഴാം സാവിത്രി ശങ്കരി ഗംഗ
അംഗപത്മാവലി രൂപേ ഷഷ്ടിമംഗളചണ്ഡികേ കൈതൊഴാം തുളസി രൂപേ തൊഴാം ലക്ഷ്മി സ്വരൂപിണി തൊഴാം ദുർഗേ ഭഗവതി തൊഴാം സർവരൂപിണി നമിക്കുന്നേ കൃപാമൂർത്തേ മൂലപ്രകൃതിരൂപിണി ഭവക്കടലിൽ നിന്നെ സഭയം കരയറ്റണേ ഗോലോകനാഥയാം രാധാദേവിയെ കൈത്തൊഴുന്നു ഞാൻ ബർഹാപീഠം നളവരവപു കർണയോ കർണികാരം ബിഭ്രദ്വാസകനകദിശം ജമാലാം രന്ധ്രാം വേണോരതരസുതയാം ഗോപവൃന്ദൈ വൃന്ദാരണ്യം സുപകരമണം പ്രാവിശദ്ഗീതകീർത്തിം ഗോലോകനാഥനാം രാധാകൃഷ്ണനെ കൈത്തൊഴുന്നു ഞാൻ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം സമുദ്രം രാധാസായം സുന്ദരമന്ദഹാസം പാതാലയേശമനിശം പ്രതിഭാവയാമി. ആരോടുമുള്ളിൽ പകയേശിടാതെ ആരോടുമുള്ളിൽ പകയേശിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ നേരായ മാർഗത്തെ വെടിഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ രാഗാദിയിൽ പെട്ടുവലഞ്ഞിടാതെ കിരേണമേ കൃഷ്ണമദീയ ജന്മം കിരേണമേ കൃഷ്ണമദീയ ജന്മം